ഫ്രണ്ട്സ്, എല്ലാവർക്കും മാസ്റ്റർ കീ അക്കാഡമിയുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്ലാസ്സിലേക്ക് വെൽക്കം. ഇപ്പോ നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം മറ്റ് ലോകരാഷ്ട്രങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഡിഫറെന്റ് ആണ്, വ്യത്യസ്തത ഒരുപാടുള്ള രാജ്യമാണ് അല്ലെ. അപ്പം നമ്മുടെ രാജ്യത്ത് നമ്മുടെ ജനങ്ങൾ എന്ന് പറയുന്നത് ഒരേ കൾച്ചർ ഫോളോ ചെയ്യുന്ന ആൾക്കാരല്ല, ഒരേ ഭാഷ സംസാരിക്കുന്ന ആൾക്കാരല്ല, അതേപോലെ ഒരേ ആഹാരം കഴിക്കുന്ന ആൾക്കാരല്ല, ഒരേ രീതിയിലുള്ള ഭക്ഷണ രീതികളല്ല. ഇങ്ങനെ പലതരത്തിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഭരണഘടന എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇന്ത്യക്ക് ഒരൊറ്റ ഭരണഘടനയേ ഉള്ളൂ അല്ലെ. അത് സംസ്ഥാനങ്ങൾക്കും ബാധകമാണ്, സെൻട്രൽ ലെവലിലും എല്ലാം നമുക്കൊരൊറ്റ ഭരണഘടന മാത്രമാണുള്ളത്. അപ്പം ഈ ഒരു ഒറ്റ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുള്ള നിയമങ്ങൾ ഈ വ്യത്യസ്തരായ ജനങ്ങളെ വ്യത്യസ്തരായ ജനവിഭാഗങ്ങളെ റൂൾ ചെയ്യുകയാണ് അല്ലെ. അപ്പം തീർച്ചയായിട്ടും ഈ ഭരണഘടനയ്ക്ക് ധാരാളം പ്രത്യേകതകൾ ഉണ്ടായിരിക്കും. കാര്യം ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ട് ഇത്രയും നാളായിട്ട് ഭരണഘടന നിർമ്മിക്കപ്പെട്ടിട്ട് 1950 നിലവിൽ വന്ന ഭരണഘടനയാണ്. അപ്പം 1950 പ്രാബല്യത്തിൽ വന്ന നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഇന്ന് 2024 അതേപോലെ തന്നെ ചില ഭേദഗതികൾ വളരെ കമ്പാരിറ്റീവ്ലി വളരെ ചെറിയ ഭേദഗതികൾക്ക് വിധേയമായിട്ടുണ്ട് എങ്കിലും അതിന്റെ കോർ വാല്യൂസ് എല്ലാം നിലനിർത്തിക്കൊണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണ് ഇല്ലേ. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പല പ്രത്യേകതകളുണ്ട്. നമ്മുടെ ഇന്ത്യക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഭരണഘടന തന്നെയാണ് നമ്മുടെ ഭരണഘടന. അപ്പം ഇതിന് ധാരാളം പ്രത്യേകതകളുണ്ട്. അപ്പൊ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ക്ലിയർ ആണല്ലോ. ഒന്നാമത്തെ ഫീച്ചർ ആയിട്ട് പഠിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത് ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ലോകത്തിലെ തന്നെ എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന, ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, നോക്കാം. ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് ദ ലെങ്തിയസ്റ്റ് ഓഫ് ഓൾ ദ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി വേൾഡ്. ഇറ്റ് ഈസ് എ വെരി കോംപ്രഹെൻസീവ്, എലാബറേറ്റ് ആൻഡ് ഡീറ്റെയിൽഡ് ഡോക്യുമെന്റ്. ഓക്കെ, നമ്മള് ഇവിടെ ഏറ്റവും ലോകത്തിലെ തന്നെ ഏറ്റവും നീളമുള്ള എഴുതപ്പെട്ട ഭരണഘടനയാണ് നമ്മുടേത്. നമ്മുടെ ഭരണഘടന നോക്കുകയാണെങ്കിൽ വളരെ കോംപ്രഹെൻസീവ് ആണ്, ഇലാബറേറ്റഡ് ആണ്, ഡീറ്റെയിൽഡ് ഡോക്യുമെന്റ്സ് ആണ്. കാര്യങ്ങൾ വേഗമായിട്ട് പറഞ്ഞു പോവുകയല്ല, എല്ലാത്തിന്റെയും ഡീറ്റെയിലിംഗ് ഉണ്ട്. ഓരോ കാര്യങ്ങളുടെയും ഡീറ്റെയിലിംഗ് നമ്മുടെ ഇവിടെ കാണാൻ പറ്റും, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ കാണാൻ പറ്റും. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് അല്ലെങ്കിൽ നിലവിൽ വന്നത് 1950 പ്രാബല്യത്തിൽ വരുന്നത് 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സമിതി നമ്മുടെ ഭരണഘടന അംഗീകരിക്കുന്നു. ആ നിലവിൽ വന്ന സമയത്ത് നമ്മുടെ ഭരണഘടന നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു പ്രിയാമ്പിൾ ഉണ്ട്, 395 ആർട്ടിക്കിൾ ഉണ്ട്. ആ 395 ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ അതിന് 22 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതേപോലെ തന്നെ 8 സ്കെഡ്യൂൾസ് ഉണ്ട്. 8 പട്ടികകളുണ്ട്. ഓക്കെ, അതിന്റെ ഡീറ്റെയിലിംഗ് ആണ്. പട്ടികകൾ എന്ന് പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നതാണ്. അപ്പം 8 സ്കെഡ്യൂൾസ് ഉണ്ട്. അപ്പം ബൾക്കായിട്ടുള്ളൊരു റൂൾ ബുക്കാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. ഓരോന്നിന്റെയും ഓരോ കാര്യങ്ങളുടെയും ഇന്റർപ്രിട്ടേഷൻ, അതായത് പിന്നീട് വായിക്കുന്നവർക്ക് അത് ഇന്റർപ്രിറ്റ് ചെയ്ത് എടുക്കാൻ ഈസി ആയിരിക്കണം എന്ന ഒരു കാര്യം മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കാം ഓരോന്നിന്റെ ഡീറ്റെയിലിംഗ് നമുക്ക് കാണാൻ പറ്റും. ഭരണഘടന നിലവിൽ വന്ന സമയത്ത് നമുക്ക് 395 ആർട്ടിക്കിൾ പ്രിയാമ്പിൾ ഉണ്ട്, അതേപോലെ 395 ആർട്ടിക്കിൾ, അതേപോലെ തന്നെ 22 പാർട്സ്, 8 സ്കെഡ്യൂൾസ്. ഇത്രയായിരുന്നു നമ്മുടെ ഭരണഘടന നിലവിൽ വന്നപ്പോൾ നമുക്കുണ്ടായിരുന്നത്. പിന്നീട് ഇപ്പൊ 2019 ഇവിടെ എഴുതിയിരിക്കുന്നത്. 2019-2024 ഈ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 470 ആർട്ടിക്കിൾ ഉണ്ട്. 470 ആർട്ടിക്കിൾ, അതായത് അമെന്റ്മെന്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് എത്ര ആർട്ടിക്കിളായി? 470 ആർട്ടിക്കിൾ. അതേപോലെ 25 പാർട്സ്, 470 ആർട്ടിക്കിൾ 25 പാർട്സുകളായി കൊടുത്തിരിക്കുന്നു. 12 സ്കെഡ്യൂൾസ്. പണ്ട് 8 സ്കെഡ്യൂൾസ് ഉള്ളായിരുന്നു, ഇപ്പൊ 12 സ്കെഡ്യൂൾസ് ആണുള്ളത്. അപ്പൊ നിലവിൽ നമുക്ക് ഏകദേശം 470 ആർട്ടിക്കിളും 25 പാർട്ടും 12 സ്കെഡ്യൂൾസും ആണ് നമ്മുടെ ഭരണഘടനയിൽ ഉള്ളത്. വളരെ ബൾക്കി ആയിട്ടുള്ളൊരു ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ റീസൺസ് നോക്കാം.
ഓക്കെ, ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിലിംഗ് ഉണ്ട്, ഓരോ കാര്യങ്ങളുടെ ഡീറ്റെയിലിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, അതൊരു റീസൺ ആണ്. അതല്ലാതെ തന്നെ മറ്റ് റീസൺസ് ഉണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു റീസൺസ് നോക്കാം. എന്താണ് ഇത്രയും ലെങ്തിയസ്റ്റ് ആവാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. റീസൺ ഫോർ വാസ്റ്റ്നെസ്. ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ്, ദാറ്റ് ഈസ് ദ വാസ്റ്റ്നെസ് ഓഫ് ദ കൺട്രി ആൻഡ് ഇറ്റ്സ് ഡൈവേഴ്സിറ്റി. നമ്മൾ ആദ്യം പറഞ്ഞ കാര്യമാണ്. നമുക്കറിയാവുന്നതാണ്, എന്താണ് നമ്മുടെ ഇന്ത്യ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നാണ് പറയുന്നത്, ഇല്ലേ? ഇന്ത്യൻ ഉപഭൂഖണ്ഡമാണ്. അപ്പം ഓരോ എന്താണ് ജിയോഗ്രഫി നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ ലാൻഡ് ഫോംസും വ്യത്യസ്തമാണ്. നമ്മൾ എന്താണ് ഹിമാലയ ഉണ്ട്, ഹില്ലി ഏരിയാസ് ഉണ്ട് നമുക്ക്, അതേപോലെ തന്നെ പിന്നെ അതിന്റെ താഴോട്ട് നോക്കുകയെങ്കിൽ പ്ലെയിൻസ് ഉണ്ട്, അത് കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്ലേറ്റോസ് ഉണ്ട്, അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ഡെസേർട്ട് ഉണ്ട്, അതിന് മുകളിൽ തന്നെ ഡെസേർട്ട് ഉണ്ട്, അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വരികയാണെങ്കിൽ എന്താണ് നമ്മുടെ കോസ്റ്റൽ ഏരിയാസ് ഉണ്ട്, അങ്ങനെ ഐലൻഡ്സ് ഉണ്ട്. അങ്ങനെ എല്ലാ ജിയോഗ്രഫിക്കൽ ഫോംസും നമുക്ക് കാണുന്ന ഒരു എന്താണ് രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, ഓരോ ജിയോഗ്രഫിക്കും ഓരോ ലാൻഡ് ഫോമിനും വ്യത്യസ്ത തരത്തിലുള്ള എന്താണ് കൾച്ചറുകളാണുള്ളത്. ഓരോ ലാൻഡ് ഫോമിനും അവിടുത്തെ ജീവിതം എന്ന് പറയുന്നത്, അവിടെ ജീവിക്കുന്ന ജനങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. ഓക്കെ, അപ്പൊ ഇവർക്ക് എല്ലാവർക്കും വേണ്ടി, ഓരോ വിഭാഗങ്ങൾക്കും വേണ്ടിയിട്ട് എന്താണ് നിയമങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ നമുക്ക് നല്ല രീതിയിൽ അറിയാവുന്ന കാര്യമാണ്, നമ്മൾ കേരളത്തിൽ, നമ്മൾ കോസ്റ്റൽ ഏരിയ ആണ്, അല്ലെ? അപ്പൊ നമ്മൾ കോസ്റ്റൽ ഏരിയയിൽ ജീവിക്കുന്ന ജനങ്ങളുടെ ഒരു കൾച്ചർ ആയിരിക്കില്ല തീർച്ചയായിട്ടും ഒരു ഹില്ലി ഏരിയയിൽ ജീവിക്കുന്ന ജനങ്ങളുടെ എന്ന് പറയുന്നത്. അത് എൻ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. അപ്പം കേരളത്തിലെ ഒരു ജനങ്ങളെ മുന്നേ വെച്ചുകൊണ്ട് നമ്മളൊരു നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഒരിക്കലും നമ്മുടെ നോർത്ത് ഇന്ത്യയിലുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ ഹിമാലയത്തിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ ഉത്തരാഖണ്ഡിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് എന്താവത്തില്ല, അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കത്തില്ല. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും ഇൻക്ലൂഷൻ ഉണ്ട്. എല്ലാവർക്കും വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്, എല്ലാവരെയും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഡിഫറെന്റ് ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ഉണ്ടായത് കണ്ട് തന്നെ ഓരോരുത്തർക്കും ഓരോ വിഭാഗത്തെയും ഓരോ ജിയോഗ്രഫിയും കൺസിഡർ ചെയ്യേണ്ടതുണ്ട്, ഓരോ വ്യത്യസ്തതയും കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അവർക്ക് വേണ്ടി എല്ലാ നിയമങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താവുന്നു, ലെങ്തിയസ്റ്റ് ആകുന്നു. ഒന്നാമത്തെ റീസൺ. ഓക്കെ, രണ്ടാമത്തെ റീസൺ ഹിസ്റ്റോറിക്കൽ ഫാക്ടർ ആണ്. എന്താണ് ഹിസ്റ്റോറിക്കൽ ഫാക്ടർ ആണ്? നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇൻഫ്ലുവൻസ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 വിച്ച് വാസ് ബൾക്കി. ഓക്കെ, അപ്പം ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ് നമ്മൾ പറയുമ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു പോർഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും, ഏകദേശം ബ്രിട്ടീഷുകാർ ഇവിടെ ബ്രിട്ടീഷുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കാൻ തുടങ്ങിയ നിയമങ്ങൾ നമ്മൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. അവിടെ മുതൽ നമുക്ക് ഇൻഡിപെൻഡൻസ് ലഭിക്കുന്നിടം വരെ, ഇൻഡിപെൻഡൻസ് ലഭിക്കുന്നിടം വരെയുള്ള നിയമങ്ങളുണ്ട്, ബ്രിട്ടീഷുകാർ ഇവിടെ നടപ്പിലാക്കിയ നിയമങ്ങളുണ്ട്. ഇതിന്റെ എല്ലാ ഇൻഫ്ലുവൻസ് എവിടെയുണ്ട്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്. ഇപ്പം ഇതിനകത്തുനിന്നെല്ലാം ഇന്ത്യക്ക് ആപ്റ്റ് ആയിട്ടുള്ള, നമ്മുടെ സ്വതന്ത്ര ഇന്ത്യക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മുടെ ഭരണഘടനയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഈ ബ്രിട്ടീഷുകാർ ഇവിടെ ഉണ്ടാക്കിയ നിയമങ്ങളിൽ നമുക്ക് ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്ന ഒരു നിയമമാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അന്നേ വരെ 1935 വരെയുള്ള കാലഘട്ടത്തിൽ, അന്നേ വരെ 1977 ബ്രിട്ടൻ ഇവിടെ നിയമനിർമ്മാണം തുടങ്ങിയതാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കാൻ റെഗുലേറ്റിംഗ് ആക്ട് 1773 വരുന്നത്. അപ്പം അവിടെ മുതൽ നിയമനിർമ്മാണം തുടങ്ങിയതാണ്. പക്ഷെ ആ നിയമങ്ങളിലൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ബൾക്കി ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും കാതലായിട്ടുള്ള നിയമങ്ങൾ വന്നിട്ടുള്ളത് 1935 നിയമത്തിലാണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലാണ്. അപ്പം ധാരാളം കാര്യങ്ങൾ, അതായത് ഒരു പാർലമെന്ററി സിസ്റ്റം എങ്ങനെ ആയിരിക്കണം, ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റം എങ്ങനെ ആയിരിക്കണം, അതിന് ഉതകുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ 1935 നിയമത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നമ്മൾ ഏകദേശം അതേപോലെ തന്നെ എടുത്ത് നമ്മുടെ ഭരണഘടനയിൽ വെച്ചിട്ടുണ്ട്. ബൾക്കി ആയിട്ടുള്ള ഒരു ബുക്കാണ്, അല്ലെ? ബൾക്കി ആയിട്ടൊരു നിയമമാണ്. ആ നിയമം അതേപോലെ എടുത്തിട്ട് എവിടെ വെച്ചിട്ടുണ്ട്? നമ്മുടെ ഭരണഘടനയിൽ വെച്ചിട്ടുണ്ട്. അപ്പോഴെന്താണ്, വീണ്ടും നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, ലെങ്തിയസ്റ്റ് ആവുകയാണ്, ബൾക്കി ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതൊരു റീസൺ ആണ്, ഹിസ്റ്റോറിക്കൽ ഫാക്ടർ ആണ്. ഹിസ്റ്റോറിക്കൽ ഫാക്ടർ അതാണ്. ഇനി അടുത്ത റീസൺ ആയിട്ട് നമുക്ക് നോക്കുന്നത് സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മുടെ സ്റ്റേറ്റിനും സെൻട്രലിനും എന്താണ്, ഒരേ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്താണ് പാർലമെന്ററി സിസ്റ്റം എങ്ങനെയാണ്, അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്, നമ്മുടെ സെൻട്രലിന്റെ പാർലമെന്ററി സിസ്റ്റം എങ്ങനെയാണ്, രാജ്യസഭ എങ്ങനെയാണ്, ലോകസഭ എങ്ങനെയാണ്, അവ എങ്ങനെ പ്രവർത്തിക്കണം, അതേപോലെ സെൻട്രലിന്റെ ഭാഗമായിട്ട് വരുന്ന വിഷയങ്ങൾ, സെൻട്രൽ ലിസ്റ്റുകൾ അല്ലെങ്കിൽ ബോഡീസ്, ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ
സെൻട്രൽ ഗവൺമെന്റ് ഭാഗമായിട്ട് വരുന്ന ധാരാളം ബോഡീസ് ഉണ്ട് അല്ലെ. അപ്പൊ ഇതിനെ കുറിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻസ് ബോഡീസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ UPSC സെൻട്രൽ ഗവൺമെന്റ് ഭാഗമായിട്ട് വരുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അപ്പൊ ഇതിനെ കുറിച്ച് എല്ലാം പറയുന്നത് എവിടെ തന്നെയാണ്? നമ്മുടെ ഭരണഘടനയിൽ തന്നെയാണ്. അതേപോലെ തന്നെ നമ്മൾ സ്റ്റേറ്റ് ലെവലിലോട്ട് വരികയാണെങ്കിൽ സ്റ്റേറ്റ് ലെവലിൽ എന്തുണ്ട്? സ്റ്റേറ്റ് ലെവലിൽ ആരൊക്കെയുണ്ട്? സ്റ്റേറ്റ് ഗവൺമെന്റിൽ നമുക്ക് നിയമസഭകളുണ്ട്, ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്, ചീഫ് മിനിസ്റ്റർ ഉണ്ട്, അതേപോലെ തന്നെ ഗവർണർ ഉണ്ട്, സ്റ്റേറ്റിന്റെ ഒരു നോമിനൽ ഹെഡ് ആയിട്ട് ഗവർണർ ഉണ്ട്. അപ്പൊ ഈ കാര്യങ്ങളും എല്ലാം തന്നെ എവിടെ തന്നെയാ പറയുന്നത്? അതും നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെയാണ് പറയുന്നത്. അപ്പൊ സെൻട്രലിന്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രം ഒരു കോൺസ്റ്റിറ്റ്യൂഷനും സ്റ്റേറ്റുകളുടെ കാര്യം പറയാൻ വേണ്ടിയിട്ട് മറ്റൊരു കോൺസ്റ്റിറ്റ്യൂഷനും അല്ല. ഇപ്പൊ ഇത്രയും സ്റ്റേറ്റുകളുടെയും അതേപോലെ യൂണിയൻ ടെറിട്ടറികളുടെയും എല്ലാ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് എന്താണ് നമുക്കൊരൊറ്റ കോൺസ്റ്റിറ്റ്യൂഷനേ ഉള്ളൂ. അപ്പം ഇവയെല്ലാം എഴുതി ചേർക്കുമ്പോൾ ഈ നിയമങ്ങളും കാര്യങ്ങളും എല്ലാം ഓരോ സ്റ്റേറ്റിന്റെ ഭരണം ഇങ്ങനെ ആയിരിക്കണം, യൂണിയൻ ടെറിട്ടറി ഇങ്ങനെ ആയിരിക്കണം, സെന്റർ ഇങ്ങനെ ആയിരിക്കണം. അപ്പൊ ഇതെല്ലാം ഒരൊറ്റ ബുക്കിലേക്ക് എഴുതി ചേർക്കുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അതിന്റെ നീളം കൂടും. ഓക്കെ, അപ്പം സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ സെന്റർ ആൻഡ് സ്റ്റേറ്റ് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. അടുത്താണ് ഡോമിനൻസ് ഓഫ് ലീഗൽ ലൂമിനറീസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി. നമുക്കറിയാവുന്നതാണ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ നോക്കിക്കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നോക്കിക്കഴിഞ്ഞാല് എന്താണ് വരുന്നത്? അതിനകത്ത് ഉള്ള ഒരു ഏകദേശം മൊത്തം മെമ്പേഴ്സിനെ എടുക്കുകയാണെങ്കിൽ അതിന്റെ 3/4 വ്യക്തികൾ എന്ന് പറയുന്നത് അഡ്വക്കേറ്റ്സ് ആണ്, ലോയേഴ്സ് ആണ്, ലീഗൽ പേഴ്സണാലിറ്റീസ് ആണ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഒരു സിമ്പിൾ ലാംഗ്വേജ് അല്ല അഡ്വക്കേറ്റ്സിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് അല്ലെ. അതൊരു വേറെ ഒരു ലീഗൽ ലാംഗ്വേജ് ആണ്, കുറച്ചുകൂടെ കോംപ്ലക്സ് ആണ്, വായിച്ചെടുക്കാനായിട്ട് കുറച്ചുകൂടെ കോംപ്ലക്സ് ആണ്. ചിലപ്പോൾ നമ്മൾ ഈസി ആയിട്ട് ഒന്നോ രണ്ടോ വാക്കിൽ പറയുന്നത് അവർ ചിലപ്പോൾ 4 വാക്കിൽ പറയുമ്പോഴായിരിക്കും അതിന്റെ ഒരു പെർഫെക്ഷൻ, ഒരു ലീഗൽ ലാംഗ്വേജ് ആവുന്നത്. അപ്പൊ 2 വാക്ക് 4 ആകുമ്പോഴത്തേക്ക് വീണ്ടും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? ലെങ്തിയസ്റ്റ് ആവുകയാണ്. അപ്പം ലീഗൽ പേഴ്സണാലിറ്റീസിന്റെ പ്രസൻസ് അല്ലെങ്കിൽ അവരുടെ ലാംഗ്വേജ്, അവർ യൂസ് ചെയ്ത ലാംഗ്വേജ്, കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതാൻ അവർ യൂസ് ചെയ്ത ലാംഗ്വേജ് നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ വീണ്ടും നീളമുള്ളതാക്കുകയാണ് ചെയ്തത്. അപ്പം ഒരു റീസൺ ആണ്, ലെങ്തിയസ് കോൺസ്റ്റിറ്റ്യൂഷന്റെ റീസൺ ആണ്. അടുത്ത എന്താണ്? ഡീറ്റെയിൽഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊവിഷൻസ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ രാഷ്ട്രമാണ്. വളരെ ശരിക്കും ഒരു ഇത്രയും വ്യത്യസ്തതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ ചുമ്മാ ഒന്നും നമുക്കൊക്കെ പറഞ്ഞു പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഒരുപാട് ആശയങ്ങൾ നമ്മളിപ്പോ നമ്മള് സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന ആശയം ഫോളോ ചെയ്യുന്നുണ്ട്, സെക്യുലർ എന്ന് പറയുന്ന ആശയം ഫോളോ ചെയ്യുന്നുണ്ട്, നമ്മൾ ഡെമോക്രാറ്റിക് കൺട്രിയാണ്. അപ്പം വളരെ വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ള ആശയങ്ങളെ ഫോളോ ചെയ്യുന്ന ഒരു കൺട്രിയാണ്. അപ്പൊ നമുക്ക് വെറുതെ ഒരു കാര്യം പറഞ്ഞു പോകാൻ പറ്റില്ല. അപ്പൊ എന്തെങ്കിലും ഒരു അഡ്മിനിസ്ട്രേഷൻ ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിയമമാണെങ്കിൽ പോലും അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ആ പ്രൊവിഷൻ എന്താണെന്ന് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയെങ്കിൽ മാത്രമേ ആ ഫ്രെയിംവർക്ക്, കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിംവർക്കേഴ്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മാതാക്കൾ എന്താണോ ഉദ്ദേശിച്ചത് അത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ അവരതിനെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ അഡ്മിനിസ്ട്രേഷൻ പ്രൊവിഷനെയും ഡീറ്റെയിൽ ചെയ്യാനായിട്ട് അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ. അതും എന്താണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ലെങ്ത് കൂട്ടുകയാണ്. അപ്പൊ ഡീറ്റെയിലിംഗ് എന്ന് പറയുമ്പോൾ വീണ്ടും വേർഡ്സ്, സ്റ്റേറ്റ്മെന്റ്, പാരഗ്രാഫ് ഒക്കെ, സെന്റൻസ്, പാരഗ്രാഫ് ഒക്കെ കൂടിയല്ലേ. അപ്പം അതും എന്താണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ ലെങ്തിയസ്റ്റ് ആക്കാൻ കാരണമായിട്ടുണ്ട്. അപ്പൊ ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ഫീച്ചർ എന്താണ്? ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. അപ്പൊ ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ ഭരണഘടന എന്ന് പറയുന്നത് മറ്റു ലോകരാഷ്ട്രങ്ങളുടെ ഭരണഘടന വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നീളമുള്ള എഴുതപ്പെട്ട ഭരണഘടനയായിട്ട് കണക്കാക്കുന്നു. ഇതിനുള്ള കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഒന്ന് ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ്, ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ്, സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ബോത്ത് center and state, then dominance of legal luminaries in the constitution assembly, then detailed administrative provisions. ഇത്രയാണ് lengthiest written constitution ആവാനുള്ള കാരണം. ഓക്കെ, നമുക്കിനി അടുത്തതിലേക്ക് പോകാം. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതും ശരിക്കും അടുത്ത പോയിന്റ് എന്ന് പറയാൻ വരുന്നത് ലെങ്തിയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ആവാനുള്ള മറ്റൊരു പോയിന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നമുക്കറിയാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് മറ്റൊരു പറയുന്ന പേരാണ് ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, കടമെടുക്കപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയാറുള്ളത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിമേഴ്സ് ചുമ്മാതെ അങ്ങ് പോയിട്ട് അന്ന് ബ്രിട്ടീഷുകാരുണ്ടാക്കി വെച്ചിരുന്ന കുറെ നിയമങ്ങൾ മാത്രം എടുത്തിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയല്ല ചെയ്തത്. അന്ന് അവർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരൊരു റാൻസാക്കിംഗ് നടത്തുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഈ ലോകത്ത് നിലനിന്നിട്ടുള്ള എല്ലാ ഭരണഘടനയിലൂടെ അവർ കടന്നു പോയിട്ടുണ്ട്. ഓരോ രാജ്യങ്ങളുടെയും ഭരണഘടന, USA ഭരണഘടന ആയിക്കോട്ടെ, ബ്രിട്ടനിലെ ഭരണഘടന എങ്ങനെയാണ്, അങ്ങനെ എല്ലാം അന്ന് നിലനിന്നിട്ടുള്ള കിട്ടാവുന്ന എല്ലാ കോൺസ്റ്റിറ്റ്യൂഷനിലൂടെ അവർ കടന്നു പോയിട്ട് ഇവയിൽ നിന്ന് എല്ലാം
ഇന്ത്യക്ക് ആപ്റ്റാവുന്ന, ഇന്ത്യക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്, അതിൽ നിന്ന് കടമെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും ലോകരാഷ്ട്രങ്ങളുടെ ഭരണഘടനയിലൂടെ കടന്നു പോയതാവുമ്പോൾ അവയെല്ലാം എടുത്ത് നമ്മൾ ഇന്ത്യക്ക് ആപ്റ്റായ കാര്യങ്ങളെല്ലാം എടുത്ത് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്, അല്ലെ? അതും ഇതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ ലെങ്തിയസ്റ്റ് ആക്കി, നീളമുള്ളത് ആക്കിയെന്ന് മനസ്സിലാക്കാം. അപ്പൊ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് എവിടുന്നൊക്കെയാണ് നമ്മൾ ഈ ഭരണഘടനയിലെ ഓരോരോ കാര്യങ്ങൾ, ഓരോരോ ആശയങ്ങൾ നമ്മൾ കടമെടുത്തിട്ടുള്ളതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അതും കൂടി ഇന്ന് പറഞ്ഞു പോകാം. നമുക്ക് മറ്റൊരു സാഹചര്യം ചിലപ്പോൾ ഇത് പറയാനായിട്ട് കിട്ടിയെന്ന് വരില്ല, അല്ലെങ്കിൽ ഇതിനു വേണ്ടി സെപ്പറേറ്റ് ഒരു ക്ലാസ് നമ്മൾ എടുക്കേണ്ടി വരും. എന്തായാലും ലെങ്തിയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ആവാനുള്ള ഒരു കാരണമാണ് എന്താണ്, നമ്മൾ മറ്റുള്ള രാജ്യങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ആശയങ്ങൾ കടമെടുത്തു എന്നുള്ളത്. സോ നമുക്ക് ഇതിനോടൊപ്പം തന്നെ ഏതൊക്കെ ആശയങ്ങളാണ് എവിടുന്നൊക്കെയാണ് കടമെടുത്തിരിക്കുന്നതെന്നും കൂടി ഇങ്ങ് പറഞ്ഞു പോവുകയാണെങ്കിൽ ഈ ഒരു ഭാഗം കൂടി നിങ്ങൾക്ക് കവർ ആവും. നോക്കാം. അപ്പൊ നമുക്ക് നോക്കാം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നമ്മൾ കണ്ടു. ആദ്യം തന്നെ നമ്മളൊരു പോയിന്റ് ആയിട്ട് പറഞ്ഞതാണ് 1935 ഹിസ്റ്റോറിക്കൽ ഫാക്ടറിനകത്ത് നമ്മൾ പറഞ്ഞതാണ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നമ്മൾ അതേപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ എടുത്ത് നമ്മൾ ഭരണഘടനയിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭരണഘടന ബൾക്കി ആയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആദ്യം തന്നെ നമ്മുടെ ഒരു സോഴ്സ് ആയിട്ട് നമ്മൾ പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. അപ്പൊ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് കടമെടുത്തതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫെഡറൽ സ്കീം. ഓക്കെ, ഇന്ത്യയിലെ ഫെഡറൽ സ്കീം, അതുപോലെ ഓഫീസ് ഓഫ് ഗവർണർ, ഫെഡറൽ സ്കീം, ഓഫീസ് ഓഫ് ഗവർണർ, ജുഡീഷ്യറി, പബ്ലിക് സർവീസ് കമ്മീഷൻ, എമർജൻസി പ്രൊവിഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് ഡീറ്റെയിൽസ്. ഇതെല്ലാം നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടുന്നാണ്? നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. അപ്പൊ നോക്കാം, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന് നമ്മൾ കടമെടുത്തിട്ടുള്ളത് ഫെഡറൽ സ്കീം, അതേപോലെ തന്നെ ഓഫീസ് ഓഫ് ഗവർണർ, ദെൻ ഫെഡറൽ സ്കീം, ഓഫീസ് ഓഫ് ഗവർണർ, ജുഡീഷ്യറി, പബ്ലിക് സർവീസ് കമ്മീഷൻ, എമർജൻസി പ്രൊവിഷൻസ്, അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഡീറ്റെയിൽസ്. ഇതെല്ലാം എടുത്തിട്ടുള്ള എവിടുന്നാണ്? നമ്മുടെ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനാണ്. അത് ബ്രിട്ടനിൽ നിന്ന് നമ്മൾ കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്ലിയർ? നമുക്ക് നോക്കാം. അപ്പം ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഏറ്റവും പരിചയമുള്ള, നമ്മുടെ ഏറ്റവും ഇന്റിമേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു രാജ്യമായിരുന്നു 1950 അല്ലെങ്കിൽ 49 കാലഘട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഇത്രയും നാൾ നമ്മളെ ഭരിച്ചിരുന്ന ആൾക്കാരാണ്, ഇല്ലേ, ബ്രിട്ടൻ എന്ന് പറയുന്നത്. സോ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ പാർലമെന്ററി സിസ്റ്റവും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതുവരെ കുറെ നാളായിട്ട് ഇന്ത്യ ഫോളോ ചെയ്ത് വരുന്നത്. ഡെമോക്രാറ്റിക് കൺട്രി ആയിരുന്നു എന്തെന്ന് പറയുന്നത്, ബ്രിട്ടൻ എന്ന് പറയുന്നത്. സോ അവിടുത്തെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വളരെയധികം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നോക്കാം, ബ്രിട്ടനിൽ നിന്ന് എന്തൊക്കെ ആശയങ്ങളാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വന്നിട്ടുള്ളത്. ഒന്ന് പാർലമെന്ററി ഗവൺമെന്റ്. എന്താണ് പാർലമെന്ററി ഗവൺമെന്റ്? അതുപോലെ തന്നെ റൂൾ ഓഫ് ലോ, നിയമവാഴ്ച. പാർലമെന്ററി ഗവൺമെന്റ്, റൂൾ ഓഫ് ലോ, പാർലമെന്ററി ഗവൺമെന്റ് ഓർത്തിരിക്കുക, റൂൾ ഓഫ് ലോ. ദെൻ എന്താണ്? ലെജിസ്ലേറ്റീവ് പ്രൊസീജിയേഴ്സ്, സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്താണെന്ന് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് തന്നെ പഠിക്കാം. ക്യാബിനറ്റ് സിസ്റ്റം, നമ്മുടെ ക്യാബിനറ്റ് സിസ്റ്റം, പ്രൊറോഗേറ്റീവ് റിട്സ്, ദെൻ പാർലമെന്ററി പ്രിവിലേജസ്, അതേപോലെ തന്നെ ബൈക്യാമറലിസം. ബൈക്യാമറലിസം എന്ന് പറയുമ്പോൾ രണ്ട് സഭ. നമ്മുടെ പാർലമെന്റിന് രണ്ട് സഭയാണ്, രാജ്യസഭ, ലോകസഭ. ഇതെല്ലാം നമ്മൾ എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്? അത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ കടമെടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം പാർലമെന്ററി ഗവൺമെന്റ് നമ്മൾ എവിടെ നിന്നാണ് ചൂസ് ചെയ്തിരിക്കുന്നത്? നമ്മൾ എടുത്തിരിക്കുന്നത് പാർലമെന്ററി ഗവൺമെന്റ് എന്നുള്ള ആശയം നമ്മൾ എവിടെ നിന്ന് എടുത്തിരിക്കുന്നത്? അത് ബ്രിട്ടനിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ബ്രിട്ടന്റെ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആണ്. ദെൻ റൂൾ ഓഫ് ലോ, നിയമവാഴ്ച. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ നിയമത്തിനാണ് അത് കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കുന്ന ആയിക്കോട്ടെ, പാർലമെന്റ് നിർമ്മിക്കുന്ന ആയിക്കോട്ടെ, ആ നിയമമാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്? നിയമത്തിനാണ് ഇവിടെ അപ്പർ ഹാൻഡ് ഉള്ളത്. അപ്പൊ നിയമവാഴ്ച, റൂൾ ഓഫ് ലോ. ദെൻ ലെജിസ്ലേറ്റീവ് പ്രൊസീജിയേഴ്സ്, എങ്ങനെയാണ് ഒരു നിയമനിർമ്മാണം നടത്തേണ്ടത്? അപ്പൊ ഇപ്പൊ നമ്മുടെ പാർലമെന്റിലും നിയമസഭകളിലൊക്കെ, ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലൊക്കെ നടക്കുന്ന എന്താണ്? നിയമനിർമ്മാണമാണ്, അല്ലെ? ആ ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ, എങ്ങനെയാണ് ഒരു നിയമം നിർമ്മിക്കേണ്ടത്, ലെജിസ്ലേഷൻ ഉണ്ടാക്കേണ്ടത് എന്നുള്ളത്, ആ ഒരു പ്രൊസീജിയർ നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടാണ്?
ബ്രിട്ടനിൽ നിന്നാണ്, ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ പാർലമെന്ററി സിസ്റ്റം ലെജിസ്ലേറ്റീവ് പ്രൊസീജിയറും ഒരുമിച്ച് ഓർക്കുക, അതിനോടൊപ്പം റൂൾ ഓഫ് ലോ നോക്കുക. ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണമാണ് അല്ലെ, നിയമനിർമ്മാണ പ്രവർത്തനമാണ്. അപ്പൊ നിയമം, ആ നിയമമായിരിക്കും നമ്മളെ റൂൾ ചെയ്യുന്ന റൂൾ ഓഫ് ലോ. ആ റൂൾ ഓഫ് ലോയും ബ്രിട്ടനിൽ നിന്ന് തന്നെയാണ്. അത് മൂന്നും നമുക്ക് ഒരുമിച്ച് ഓർത്ത് വെക്കാവുന്നതാണ്. ദെൻ സിംഗിൾ സിറ്റിസൺഷിപ്പ് ക്യാബിനറ്റ് സിസ്റ്റം, പാർലമെന്റിലാണ് ക്യാബിനറ്റ് സിസ്റ്റം ഉള്ളത്. അപ്പൊ അത് ഓർക്കുക, സിംഗിൾ സിറ്റിസൺഷിപ്പ് ഓർത്ത് വെക്കുക. സിംഗിൾ സിറ്റിസൺഷിപ്പ്, ക്യാബിനറ്റ് സിസ്റ്റം, പ്രൊറോഗേറ്റീവ് റിട്ട്, പാർലമെന്ററി പ്രിവിലേജസ്, ബൈക്യാമറലിസം, അതായത് രാജ്യസഭ ലോകസഭ എന്നുള്ള ഈ രണ്ട് സഭകൾ, നമ്മുടെ പാർലമെന്റിൽ 2 സഭകൾ വേണമെന്നുള്ള, ബൈക്യാമറൽ ആയിരിക്കണം എന്നുള്ള ഒരു സിസ്റ്റം നമ്മൾ എടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് US നിന്ന് നമ്മൾ എടുത്തിട്ടുള്ളതാണ്. എന്താണ്? US നിന്ന് എടുത്തിട്ടുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് എന്താണെന്ന് നോക്കാം. അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് US നിന്ന് എടുത്തിട്ടുള്ളതാണ്. എന്തൊക്കെയാണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതായത് ബിൽ ഓഫ് റൈറ്റ്സ് എന്നാണ് USA എന്താണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് അറിയപ്പെടുന്നത്. അപ്പൊ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ആശയം വേണമെന്ന് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ആശയം കടമെടുത്തിട്ടുള്ളത്. അപ്പൊ US നിന്നാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ആശയം കടമെടുത്തിട്ടുള്ളത്. അതേപോലെ പ്രിയാമ്പിൾ എന്ന് പറയുന്ന ഒരു ആശയവും നമ്മൾ കടമെടുത്തിട്ടുള്ളത് USA ആണ്. US ഭരണഘടനയിലാണ് ആദ്യമായിട്ട് പ്രിയാമ്പിൾ, അതായത് നമ്മുടെ പ്രിയാമ്പിൾ എന്ന് പറയുന്ന ആ ഒരു പ്രിയാമ്പിൾ എഴുതിയിരിക്കുന്ന കോണ്ടന്റ് എന്ന് പറയുന്നത് ശരിക്കും ജവഹർലാൽ നെഹ്റു തയ്യാറാക്കിയ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ്. പക്ഷെ നമ്മുടെ ഭരണഘടനയോടൊപ്പം പ്രിയാമ്പിൾ എന്ന് പറയുന്ന ഒരു പേജും കൂടി വേണമെന്നുള്ള ഒരു സിസ്റ്റം, നമ്മൾ ആ ഒരു ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അത് USA നിന്നാണ്. ക്ലിയർ ആണല്ലോ? ആ ഫണ്ടമെന്റൽ റൈറ്റ് എവിടെ നിന്നാണ്? USA നിന്നാണ്. ആ ഒരു ആശയം USA നിന്നാണ്. ദെൻ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി, സ്വതന്ത്രമായിട്ടുള്ള ഒരു നീതിന്യായ വ്യവസ്ഥ. ഓക്കെ, ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി എന്ന് പറയുന്ന ഒരു ആശയം, എവിടെ നിന്ന് എടുത്തിട്ടുള്ളത്? അത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി എടുത്തിട്ടുള്ള എവിടെ നിന്നാണ്? അത് US നിന്നാണ്. US ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറിയുടെ ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം അത് നമ്മൾ എടുത്തിട്ട്, സ്വതന്ത്രമായിട്ടൊരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ജുഡീഷ്യറി US നിന്നാണ്. ജുഡീഷ്യൽ റിവ്യൂ, അടുത്തെന്താണ്? ജുഡീഷ്യൽ റിവ്യൂ. എന്താണ് ജുഡീഷ്യൽ റിവ്യൂ? ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സുപ്രീം കോർട്ട്, അതേപോലെ തന്നെ സുപ്രീം കോർട്ട് അല്ല, നമ്മുടെ പാർലമെന്റ്, അതേപോലെ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്, ഇവയെല്ലാം എന്താണ് ചെയ്യുന്നത്? നിയമനിർമ്മാണമാണ് നടത്തുന്നത് അല്ലെ? അപ്പൊ ഇവർ നടത്തുന്ന പാർലമെന്റ് നിർമ്മിക്കുന്ന നിയമത്തിൽ എന്തെങ്കിലും അപാകതകളുണ്ടോ? അപാകതകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ വയലേഷൻ ഉണ്ടോ? കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒക്കെ ആണോ, അത് തന്നെ ഫോളോ ചെയ്തൊക്കെയാണോ ഇവരൊരു നിയമനിർമ്മാണം നടത്തിയത്? അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷന് എതിരായിട്ട് വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനകത്തുണ്ടോ? ഇതൊക്കെ ചെക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. അതായത് സുപ്രീം കോടതിന് അത് പാർലമെന്റ് നിർമ്മിച്ച നിയമം ചെക്ക് ചെയ്യാൻ, റിവ്യൂ ചെയ്യാനുള്ളൊരു അവകാശമുണ്ട്. അത് കോൺസ്റ്റിറ്റ്യൂഷൻ വയലേഷൻ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള അവകാശം ആർക്കാണുള്ളത്? നമ്മുടെ സുപ്രീം കോടതിനാണുള്ളത്. ഇതിനെയാണ് നമ്മൾ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. എന്താണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്? ക്ലിയർ? അപ്പൊ ഈ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ആശയം നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത്? US നിന്നാണ്. അപ്പൊ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറിയും അതേപോലെ ഇപ്പൊ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന 2 ആശയങ്ങൾ എടുത്തിട്ടുള്ള US നിന്നാണ്. ഇനി ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ്, റിമൂവൽ ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ജഡ്ജസ്, പോസ്റ്റ് ഓഫ് പ്രസിഡന്റ്. ഓക്കെ, നോക്കാം. അപ്പം ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ് നമുക്ക് അറിയാവുന്നതാണ്. നമ്മുടെ പ്രസിഡന്റിനെ നമുക്ക് ഇംപീച്ച് ചെയ്യാം. ആർക്കാണ് ഇംപീച്ച് ചെയ്യാനുള്ള അവകാശം? അത് പാർലമെന്റിനാണ്. പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാനുള്ള അവകാശം ആർക്കാണ്? പാർലമെന്റിനാണ് അല്ലെ? പ്രസിഡന്റ് എന്തെങ്കിലും തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ വയലേഷൻ നടത്തിയിട്ടുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? പ്രസിഡന്റിന് എന്ത് ചെയ്യാൻ പറ്റും? ഇംപീച്ച് ചെയ്യാൻ പറ്റും. അദ്ദേഹത്തിന് എന്തെങ്കിലും മിസ്ബിഹേവിയറോ കാര്യങ്ങളൊക്കെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു പ്രസിഡന്റിന്റെ സ്ഥാനത്ത് നിന്ന് നീക്കണം എന്നുള്ളൊരു പ്രോസസ്സ് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം? പാർലമെന്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ ഇംപീച്ച്മെന്റ് എന്ന് പറയും. ഇതേപോലെ തന്നെയാണ് സുപ്രീം കോർട്ടിലെ ഒരു ജഡ്ജ് ആ ഒരു അദ്ദേഹത്തിന് ഒരു പ്രൂവൺ മിസ്ബിഹേവിയർ, എന്തെങ്കിലും ഒരു മിസ്ബിഹേവിയർ ചെയ്തെന്നൊരു തോന്നുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ഇൻകേപ്പബിൾ ആണ് ആ ഒരു സ്ഥാനത്ത് സുപ്രീം കോടതിയുടെ ജഡ്ജായിട്ടിരിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളൊരു ഒരു തോന്നൽ ഉണ്ടായി കഴിഞ്ഞാൽ പാർലമെന്റിന് എന്ത് ചെയ്യാം? ആ ഒരു സ്ഥാനത്തു നിന്നും ആ സുപ്രീം കോടതി ജഡ്ജിനെ അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജിനെ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഇംപീച്ച് ചെയ്യാൻ പറ്റും. അപ്പം ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ്, ഇംപീച്ച്മെന്റ് ഓഫ് സുപ്രീം കോടതി ജഡ്ജസ്, ഇംപീച്ച്മെന്റ് ഓഫ് ഹൈക്കോടതി ജഡ്ജസ്, ഇതെല്ലാം എവിടുത്തെ ആശയമാണ്? US ആശയമാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ കോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ എവിടെ വരുന്നുണ്ട്? നമ്മുടെ US നിന്ന് കടമെടുത്തിട്ടുണ്ടെന്ന് ഓർത്തിരിക്കുക.
ദെൻ അടുത്തതാണ് പോസ്റ്റ് ഓഫ് പ്രസിഡന്റ്. പോസ്റ്റ് ഓഫ് പ്രസിഡന്റ്, അത് പ്രസിഡന്റ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ്, അങ്ങൊരു ആശയവും അവിടെ നിന്നാണ് നമ്മൾ കടമെടുത്തിരിക്കുന്നത്. ഉറപ്പായിട്ടും അത് US നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. പോസ്റ്റ് ഓഫ് പ്രസിഡന്റും ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ് നമുക്ക് US നിന്നാണ് കിട്ടിയിട്ടുള്ളത്. പോസ്റ്റ് ഓഫ് പ്രസിഡന്റും ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത്? US നിന്നാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പം നമ്മൾ മൂന്നാമത്തെ സോഴ്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് US കോൺസ്റ്റിറ്റ്യൂഷൻ. അവിടെ നമ്മൾ കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ റൈറ്റ്സ്, പ്രിയാമ്പിൾ എന്നുള്ള ആശയം അവിടെ തന്നെയാണ്. ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി, ജുഡീഷ്യൽ റിവ്യൂ, ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ്, റിമൂവൽ ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ജഡ്ജസ്, പോസ്റ്റ് ഓഫ് പ്രസിഡന്റ് അല്ല, പോസ്റ്റ് ഓഫ് വൈസ് പ്രസിഡന്റ് ആണ് കേട്ടോ. പോസ്റ്റ് ഓഫ് വൈസ് പ്രസിഡന്റ് ആണ്, ഓർത്തിരിക്കുക. ഞാൻ പ്രസിഡന്റ് എന്നാണ് പറഞ്ഞത്, പോസ്റ്റ് ഓഫ് വൈസ് പ്രസിഡന്റ് ആണ്. പോസ്റ്റ് ഓഫ് വൈസ് പ്രസിഡന്റ് ആണ്, ഓർത്തിരിക്കുക. പോസ്റ്റ് ഓഫ് വൈസ് പ്രസിഡന്റ് ആണ്. നമുക്ക് വൈസ് പ്രസിഡന്റും അമേരിക്കൻ വൈസ് പ്രസിഡന്റും ഇന്ത്യൻ വൈസ് പ്രസിഡന്റും തമ്മിൽ ഒരുപാട് സാമ്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ അവർക്കിടയിൽ എന്താണ് ഡിഫറൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോ നമുക്ക് നമ്മളുടെ ഒരു വൈസ് പ്രസിഡന്റ്, നമ്മുടെ പ്രസിഡന്റിന്, നിലവിലുള്ള പ്രസിഡന്റിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വൈസ് പ്രസിഡന്റിന് ആ സ്ഥാനത്ത് ഇരിക്കാൻ പറ്റും. ഒരു ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് മാത്രമേ അവിടെ ഇരിക്കാൻ പറ്റൂ. കുറച്ച്, അതായത് അടുത്ത പ്രസിഡന്റിന്റെ ഇലക്ഷൻ കഴിയുന്നിടം വരെ മാത്രമേ നമുക്ക് അവിടെ വൈസ് പ്രസിഡന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റൂ. പക്ഷെ നമ്മൾ US കാര്യം നോക്കുകയാണെങ്കിൽ നിലവിലുള്ള പ്രസിഡന്റിന് എന്തെങ്കിലും ആ സ്ഥാനത്ത് ഇരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ മരണം സംഭവിക്കുന്നിരിക്കട്ടെ, ഫോർ എക്സാമ്പിൾ ആയിട്ട്. അപ്പൊ എന്താണ്, വൈസ് പ്രസിഡന്റിന് പിന്നീട് നിലവിലുള്ള പ്രസിഡന്റ് ബാക്കി എത്ര കാലാവധി ഉണ്ടോ അത്രയും കാലാവധി പ്രസിഡന്റ് ആയിട്ട് തന്നെ ഇരിക്കാൻ പറ്റും. വൈസ് പ്രസിഡന്റ് ആണ് പിന്നീട് അടുത്ത പ്രസിഡന്റ്. പിന്നീട് അവിടെ ഒരു US ഒരു ഇലക്ഷൻ നടക്കുന്നില്ല. പക്ഷെ ഇന്ത്യയിൽ എന്താണ്, അങ്ങനെ വൈസ് പ്രസിഡന്റിന് പിന്നീട് ഒരു പ്രസിഡന്റിന്റെ കാലാവധി പൂർത്തിയാക്കുന്നിടം വരെ പ്രസിഡന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. ഒരു പ്രസിഡന്റിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വൈസ് പ്രസിഡന്റ് അവിടെ അടുത്ത ഇലക്ഷൻ നടത്തി പ്രസിഡന്റിനെ എടുക്കുന്നിടം വരെ മാത്രമായിരിക്കും എന്താണ് ഒരു പ്രസിഡന്റായിട്ട് വൈസ് പ്രസിഡന്റ് സ്ഥാനം ഏൽക്കുന്നത്. അതിനുശേഷം ഇലക്ഷൻ കഴിഞ്ഞിട്ട് പുതിയ പ്രസിഡന്റ് അവിടെ വരികയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ചില ഡിഫറൻസ് മാത്രമാണ് നമുക്ക് അമേരിക്കൻ പ്രസിഡന്റും ഇന്ത്യൻ പ്രസിഡന്റായിട്ട് കാണാൻ പറ്റുന്നത്. എനിവേ ഈ പോസ്റ്റ് ഓഫ് വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് നമ്മൾ US നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? ആ ആശയം നമ്മൾ കടമെടുത്തിട്ടുള്ളത്. ഇനി അടുത്തെന്ന് പറയുന്നത് അടുത്തതാണ് ഐറിഷിലാണ് അല്ലെ. ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ് US നിന്നാണ്. അടുത്ത ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ എവിടെ നിന്നാണ്? ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എടുത്തത്, DPSP എടുത്തിട്ടുള്ളത്. നോമിനേഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ. നോമിനേഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ നമുക്ക് അറിയാവുന്നതാണ്. നമ്മുടെ പ്രസിഡന്റിന് ഒരു 12 മെമ്പേഴ്സിനെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റും. നോമിനേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് പ്രസിഡന്റിന്. ഇപ്പം കലാ, സാഹിത്യം, അങ്ങനെയുള്ള പല കാര്യങ്ങളിൽ നിന്നും എന്താണ് നമ്മുടെ രാജ്യത്ത് എക്സൽ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ അടുത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ആൾക്കാരെ നമുക്ക് രാജ്യസഭയിലേക്ക് നമുക്ക് നോമിനേറ്റ് ചെയ്യാം. അപ്പം രാജ്യസഭയിലേക്ക് 12 അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാനുള്ള പ്രസിഡന്റിന്റെ ഈ കപ്പാസിറ്റി, ഈ ഒരു ആശയം നമ്മൾ കടമെടുത്തിട്ടുള്ള ഇവിടെ നിന്നാണ്? അത് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഓക്കെ, നോമിനേഷൻ ഓഫ് രാജ്യസഭ. അടുത്ത മെത്തേഡ് ഓഫ് ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ്. പ്രസിഡന്റിന്റെ ഇലക്ഷൻ മെത്തേഡ് എവിടെ നിന്നാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്? ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് മെത്തേഡ് ഓഫ് ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതായത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മുടെ പ്രസിഡന്റിന്റെ ഇലക്ഷൻ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണ്. നമ്മളിപ്പോ പ്രസിഡന്റിന്റെ ഇലക്ഷൻ ആണെന്ന് കരുതിയിട്ട് നമ്മൾ നേരിട്ട് പോയിട്ട് ഇലക്ട് ചെയ്യാറുണ്ടോ? അല്ല, സോറി, തെരഞ്ഞെടുപ്പ് വോട്ടിടാറുണ്ടോ? ഇല്ല. നമുക്ക് ഒരു ആർക്കും ഡയറക്റ്റ് ആയിട്ട് പോയിട്ട്, സാധാരണ ഒരു പൗരന് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് പ്രസിഡന്റിന്റെ ഇലക്ഷന് വോട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മൾ പിന്നെ ആരുടെ ഇലക്ഷൻ ആണ് ഡയറക്റ്റ് ആയിട്ട് പോയി വോട്ടിടുന്നത്? അത് പ്രൈം മിനിസ്റ്ററിന്റെ ഇലക്ഷൻ ആണ്. നമ്മൾ പോയിട്ട് വോട്ടിടുന്നത്. ശരിക്കും പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു നോമിനൽ ഹെഡ് ആണ്. റിയൽ ഹെഡ് പ്രൈം മിനിസ്റ്റർ തന്നെയാണ്. സോ നോമിനൽ ഹെഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റിലേക്ക് വരുമ്പോ ശരിക്കും റിയൽ ഹെഡിന്റെ കൂട്ടത്തെ ഒരു വലിയൊരു ഇലക്ഷൻ നടത്തുന്നത്, ഒന്നാമത്തെ കാര്യം അതിനകത്ത് പ്രാക്ടിക്കലി എന്താണ്, ഇപ്പൊ നമ്മൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. ആ ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അതൊരു ആഴ്ചയിലവായിട്ട് കണക്കാക്കുന്നു. പിന്നെ പ്രാക്ടിക്കലി നമ്മളിപ്പോ പ്രസിഡന്റിനും പ്രൈം മിനിസ്റ്ററിനും പ്രസിഡന്റിനും ഒരേപോലത്തെ ഇലക്ഷൻ നടത്തുകയാണെങ്കിൽ നമുക്ക് അറിയാവുന്നതാണ്, ഒരു ഇലക്ഷൻ വരുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് അതിനകത്ത് ചെലവാക്കേണ്ടത്. പൈസ മാത്രമല്ല, ഒരുപാട് ടൈം ഉണ്ട്, ഒരുപാട് എഫേർട്ട് ഉണ്ട്, ഇതെല്ലാം നമ്മൾ ഇടേണ്ടി വരും. അപ്പം നോമിനൽ ഹെഡിനും റിയൽ ഹെഡിനും അങ്ങനെ ഒരേപോലെ ഒരു എക്സ്പെൻസിന്റെ ആവശ്യം ഇല്ല. അതിന്റെ ആവശ്യമില്ല എന്നുള്ളൊരു തോന്നലാണ്
ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇലക്ഷൻ പ്രസിഡന്റിന് വേണ്ടിയിട്ട് വെക്കുന്നത്. അപ്പം ഈ ഒരു ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർലമെന്റിലെ ഇലക്ടഡ് മെമ്പേഴ്സ്, പാർലമെന്റിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, അതേപോലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, ഇവരൊക്കെ മാത്രമാണ് പ്രസിഡന്റിന്റെ ഇലക്ഷന് വേണ്ടിയിട്ട് പങ്കെടുക്കുന്നത്. സോ ഈ ഒരു മെത്തേഡ് നമ്മൾ കടമെടുത്ത് എവിടുന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. എവിടുന്നാണ്? ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ആശയങ്ങൾ എന്തൊക്കെയാണ്? ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി, ദെൻ നോമിനേഷൻ ഓഫ് മെമ്പേഴ്സ് ടു ദ രാജ്യസഭ, മെത്തേഡ് ഓഫ് ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ്, ഇത്രയാണ് നമ്മൾ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കടമെടുത്തിരിക്കുന്ന ആശയം. ക്ലിയർ ആണല്ലോ? ഇനിയുണ്ട് നമ്മള് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ നമ്മൾ കാനഡയിലെ ഭരണഘടനയിൽ നിന്ന് നമ്മൾ എന്തൊക്കെ ആശയങ്ങളാണ് എടുത്തിരിക്കുന്നതെന്ന് ഓർക്കാം. ഒരെണ്ണം പഠിച്ചു വരുമ്പോൾ മറ്റൊന്നും മറക്കരുത്. അത്യാവശ്യം നിങ്ങൾ പഠിച്ചു തന്നെ പോവുക. നമുക്ക് പരീക്ഷയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പം കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് ഫെഡറേഷൻ വിത്ത് സ്ട്രോങ് സെന്റർ. നമ്മൾക്ക് പഠിക്കും, ഫെഡറൽ സിസ്റ്റം നമ്മൾ പഠിക്കും. ഫെഡറേഷൻ വിത്ത് സ്ട്രോങ് സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമുക്ക് ഫെഡറേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് സംസ്ഥാനങ്ങളുടെ ഒരു ഗ്രൂപ്പാണ് ഫെഡറേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ USA ഒരുപാട് സംസ്ഥാനങ്ങളുടെ ഗ്രൂപ്പാണ്, ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ് ആണ് എന്ന് പറയുന്നത് US, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എന്ന് പറയുന്നത് സെന്ററിന് അത്ര ഒരു സ്ട്രോങ് സെന്റർ ശരിക്കും ഇല്ല. എല്ലാ സ്റ്റേറ്റിനും എന്താണ് ഒരേപോലത്തുള്ള പ്രിവിലേജസ് ആണ് കിട്ടുന്നത്. ഇവിടെ ഒരു സെന്ററിനല്ല, ഒരു സ്ട്രോങ് ആയിട്ട് സെന്റർ നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല, ഒരു ട്രൂ ഫെഡറേഷൻ. പക്ഷെ ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മളൊരു ഫെഡറേഷൻ ആണ് അല്ലെ. നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് ലുക്കിലും നമ്മളൊരു ഫെഡറേഷൻ ഉണ്ട്. കാര്യം ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട്, അതിനെല്ലാം കൂടി ചേർത്ത് നിൽക്കുന്നുണ്ട്. അത് ഇന്ത്യ എന്ന് പറയുന്നത് ശരിക്കും കോൺസെപ്റ്റ് തെറ്റാണ്. കോൺസെപ്റ്റ് ഞാൻ ശരിയായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. പക്ഷെ എനിവേ നമ്മൾ നോക്കുമ്പോൾ കുറെ സംസ്ഥാനങ്ങളുടെ കൂട്ടായ്മയാണ്, അല്ലെങ്കിൽ കുറെ സംസ്ഥാനങ്ങളുടെ യൂണിയൻ ടെറിട്ടറിയുടെ ഒക്കെ ഒരു ക്ലബ്ബാണ് എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം. അപ്പൊ അതൊരു ഫെഡറേഷൻ ആണ്. എങ്കിൽ പോലും ഫെഡറേഷൻ ആണെങ്കിൽ പോലും നമുക്ക് അറിയാം എന്താണ്, ഇന്ത്യക്ക് ഒരു സ്ട്രോങ് സെന്റർ ഉണ്ട് അല്ലെ. നമുക്കൊരു സ്ട്രോങ് സെന്റർ ഉണ്ട്, നമുക്കൊരു സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്. എപ്പോഴും നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിനേക്കാൾ ഒരുപാട് അപ്പർ ഹാൻഡ് ഉള്ളത് ആർക്കാനാണ്? സെന്ററിന് തന്നെയാണ്. സ്റ്റേറ്റ് ഗവൺമെന്റിനെ പോലും പല അവസരങ്ങളിലും ഡിസോൾവ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു സ്ട്രോങ് സെന്റർ നമുക്കുണ്ട് അല്ലെ. നമ്മുടെ ഒരു ആശയം എന്ന് പറഞ്ഞാൽ ഫെഡറേഷൻ വിത്ത് സ്ട്രോങ് സെന്റർ ആണ്. അപ്പൊ ഈ ഒരു ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാനഡയിൽ നിന്നാണ്, ഫെഡറേഷൻ വിത്ത് സ്ട്രോങ് സെന്റർ. Then എന്താണ്? വെസ്റ്റിംഗ് ഓഫ് റെസിഡറി പവേഴ്സ് ഇൻ ദ സെന്റർ. റെസിഡറി പവേഴ്സ് എന്താണ്? സെന്ററിനകത്ത്, അതായത് റെസിഡറി പവർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ലിസ്റ്റിലും പെടാത്ത, അപ്പൊ സെൻട്രൽ ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും അതേപോലെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റിലും ഒന്നും പെടാത്ത വിഷയങ്ങളുണ്ട്. അപ്പൊ ആ റെസിഡറി സബ്ജക്ട്സ് ആരായിരിക്കും ഡീൽ ചെയ്യുന്നത്? അത് സെന്റർ ആയിരിക്കും ഡീൽ ചെയ്യുന്നത്. അപ്പൊ അത് എവിടെ നിന്നാണ്? കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ കടമെടുത്തിരിക്കുന്നത്. അടുത്ത പിന്നെ എന്താണ്? appointment of state governors by the center. അതായത് ഗവർണറിനെ നമ്മളിപ്പം നമ്മുടെ ഗവർണർ, ഇപ്പൊ നമ്മുടെ കേരളത്തിലെ സ്റ്റേറ്റ് ഗവർണർ, നമ്മുടെ ഗവർണർ, കേരളത്തിലെ ഗവർണർ നമ്മളാണ് അപ്പോയിന്റ് ചെയ്യുന്നത്, കേരള ഗവൺമെന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്? അല്ല. ഗവർണറെ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്നത് സെന്റർ ആണ്. ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്നത് സെന്റർ ആണ്. ഇങ്ങനൊരു ആശയം നമ്മൾ എടുത്തിട്ടുള്ളത് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ദെൻ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട്. അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട് എടുത്തിട്ടുള്ള ഇവിടെ നിന്നാണ്? കാനഡയിൽ നിന്നാണ്. എന്താണ് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സുപ്രീം കോർട്ട് എന്ന് പറയുന്ന പോർഷൻ പഠിക്കും, പല ജൂറിസ്ഡിക്ഷൻ, അതായത് സുപ്രീം കോടതിന്റെ അധികാര പരിധി പഠിക്കും. അതിലൊന്നാണ് നമ്മൾ സുപ്രീം കോടതിയുടെ ഉപദേശ അധികാരം എന്ന് പറയുന്നത്. ആരെ ഉപദേശിക്കാനുള്ള അധികാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രസിഡന്റിനെ ഉപദേശിക്കാനുള്ള അധികാരമാണ്. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരു മാറ്ററിൽ പ്രസിഡന്റിന് ഏതെങ്കിലും ഒരു ലീഗൽ മാറ്ററിൽ പ്രസിഡന്റിന് എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ പ്രസിഡന്റിന് എന്ത് ചെയ്യാം? സുപ്രീം കോർട്ടിനോട് ഉപദേശം ചോദിക്കാം. ഓക്കെ, അപ്പം ആ ചോദിക്കുന്ന എന്താണ് ഡൗട്ട് ആർക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാം? സുപ്രീം കോർട്ടിന് ക്ലിയർ ചെയ്ത് കൊടുക്കാം. വൺസ് സുപ്രീം കോർട്ട് അങ്ങനെ ഒരു ഉപദേശം ആർക്ക് കൊടുക്കുകയാണ്? നമ്മുടെ പ്രസിഡന്റിന് കൊടുക്കുകയാണ്. അപ്പം ആ ഉപദേശം സ്വീകരിക്കണോ വേണ്ടയോ, ആ ഉപദേശം അതേപടി നടപ്പിലാക്കണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് ആരുടെ ഡിസ്ക്രിപ്ഷനാണ്? പ്രസിഡന്റിന്റെ ഡിസ്ക്രിപ്ഷനാണ്. അത് സ്വീകരിക്കണോ വേണ്ട എന്നൊക്കെ ഉള്ളത്. പക്ഷെ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ സുപ്രീം കോർട്ടിനെ അപ്രോച്ച് ചെയ്യാം. പ്രസിഡന്റിന് സുപ്രീം കോർട്ടിനെ അപ്രോച്ച് ചെയ്യാം എന്നൊരു പ്രൊവിഷൻ നമ്മുടെ എവിടെയുണ്ട്? ഭരണഘടനയിലുണ്ട്.
ആ കൊടുക്കുന്ന അഡ്വൈസ് സ്വീകരിക്കണോ വേണ്ടയോ എന്ന് നിർബന്ധമില്ല, ബൈൻഡിങ് അല്ല. സുപ്രീം കോടതി ഇപ്പം പ്രസിഡന്റിന് ഒരു അഡ്വൈസ് കൊടുത്തു കഴിഞ്ഞാൽ ആ അഡ്വൈസ് അതേപോലെ തന്നെ അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യണോ എന്നുള്ളത് ബൈൻഡിങ് അല്ല, അത്ര നിർബന്ധമില്ല. പക്ഷെ ചോദിക്കാം, അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ട്. നമ്മുടെ പ്രസിഡന്റിന് സുപ്രീം കോടതിനോട് എന്ത് ചെയ്യാം, ഡൗട്ടുകൾ ചോദിക്കാം. സുപ്രീം കോടതിന് അദ്ദേഹത്തിന് ആ ഒരു അഡ്വൈസ് കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ ഉണ്ട്, ചോദിക്കുകയും ചെയ്യാം, കൊടുക്കുകയും ചെയ്യാം. പക്ഷെ സ്വീകരിക്കണോ എന്നൊന്നും ബൈൻഡിങ് ഇല്ല. എനിവേ ഈ ഒരു പ്രസിഡന്റിന് ഇങ്ങനെ ഒരു അഡ്വൈസ് കൊടുക്കുന്നതിന്റെ അധികാരത്തെ നമ്മൾ പറയുന്നത് പറഞ്ഞാൽ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ടാണ്, ഉപദേശ അധികാരം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഉപദേശക അധികാരം, പ്രസിഡന്റിന് ഉപദേശം കൊടുക്കാനുള്ള ഈ അധികാരം, സുപ്രീം കോടതിന്റെ അധികാരം, ഈ ഒരു ആശയം നമ്മൾ എടുത്തിട്ടുള്ളത് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഇവിടെ നിന്നാണ് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ആണ്. അടുത്താണ് ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ. എവിടുന്നാണ്? ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ കൺകറന്റ് ലിസ്റ്റ് എവിടുന്നാണ്? അത് ഓസ്ട്രേലിയയിലെ കോൺസ്റ്റിറ്റ്യൂഷനിന്റെ ആശയമാണ്. കൺകറന്റ് ലിസ്റ്റ് എവിടുത്തെ ആശയമാണ്? ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആശയമാണ്. ഫ്രീഡം ഓഫ് ട്രേഡ്, കൊമേഴ്സ് ആൻഡ് ഇന്റർകോഴ്സ്, ജോയിന്റ് സിറ്റിംഗ് ഓഫ് ടു ഹൗസ് ഓഫ് പാർലമെന്റ്. ഇപ്പൊ കൺകറന്റ് ലിസ്റ്റ് അറിയാലോ. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, രണ്ടുപേർക്കും നിയമങ്ങൾ ഉണ്ടാക്കാം അല്ലെ. യൂണിയനും സ്റ്റേറ്റിനും നിയമങ്ങൾ ഉണ്ടാക്കാവുന്ന വിഷയങ്ങളെയാണ് നമ്മൾ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ കൺകറന്റ് ലിസ്റ്റ് ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഫ്രീഡം ഓഫ് ട്രേഡ്, കൊമേഴ്സ് ആൻഡ് ഇന്റർകോഴ്സ്, ഇതെല്ലാം നമ്മുടെ ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കടമെടുത്ത ആശയങ്ങളാണ്. ജോയിന്റ് സിറ്റിംഗ് ഓഫ് ടു ഹൗസ് ഓഫ് പാർലമെന്റ്, ജോയിന്റ് സിറ്റിംഗ് ഓഫ് ടു ഹൗസ് ഓഫ് പാർലമെന്റ് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ പാർലമെന്റിൽ എന്താണ്? പാർലമെന്റിൽ മെയിനായിട്ട് നടക്കുന്ന നിയമനിർമ്മാണമാണ് അല്ലെ. അപ്പം അവിടെ എന്താണ്? ബില്ലുകൾ പാസ്സാക്കിക്കൊണ്ടാണ് നിയമനിർമ്മാണം നടക്കുന്നത്. അപ്പോ രാജ്യസഭയും ലോക്സഭയും സെപ്പറേറ്റ് ആയിട്ട് ബില്ലുകൾ പാസ്സാക്കി പ്രസിഡന്റും ഒപ്പുവെക്കുമ്പോഴാണ് സാധാരണഗതിയിൽ ഒരു എന്ത് നടക്കുന്നത്? നിയമനിർമ്മാണം നടപ്പിലാവുന്നത്. ചില സംഗതികളില് ചില സമയങ്ങളില് പാർലമെന്റില് അല്ലെ രണ്ട് സഭകൾ, ലോകസഭയും രാജ്യസഭയും തമ്മിൽ ഈ ബില്ലുകൾ പാസ്സാക്കുന്ന കാര്യത്തിൽ ചില തർക്കങ്ങൾ ഉണ്ടാകുമെന്നിരിക്കട്ടെ. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ രാജ്യസഭ ഒരു ബില്ല് പാസ്സാക്കി ലോകസഭയിലേക്ക് അയച്ചു. 6 മാസം കഴിഞ്ഞിട്ടും ലോകസഭയുടെ ഭാഗത്തുനിന്നും യാതൊരുവിധ അറിയിപ്പുകളോ ഇൻഫർമേഷൻസോ ഒന്നുമില്ല. അപ്പം എന്ത് ചെയ്യാം? അതൊരു ജോയിന്റ് സിറ്റിംഗിലേക്ക് പോകാം. ജോയിന്റ് സിറ്റിംഗ് വിളിച്ചു കൂട്ടുന്നതെന്ന് പറയുന്ന ആരാണ്? അത് പ്രസിഡന്റ് ആണ്. ജോയിന്റ് സിറ്റിംഗ് വിളിച്ചു കൂട്ടുന്ന പ്രസിഡന്റ് ആണ്. അപ്പം ലോകസഭയുടെയും രാജ്യസഭയും ജോയിന്റ് സിറ്റിംഗ് കൂടുന്ന സമയത്ത് ഇതിന്റെ പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് പറഞ്ഞാൽ സ്പീക്കർ ആയിരിക്കും ആ ജോയിന്റ് സിറ്റിംഗ് നിയന്ത്രിക്കുന്നത്. പക്ഷെ വിളിച്ചു കൂട്ടുന്നത് പ്രസിഡന്റ് ആണ്. ഇങ്ങനെ ഒരു ബില്ലിന്റെ പുറത്ത് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവുന്ന സമയത്ത് പ്രസിഡന്റിനെ അറിയിക്കുകയും പ്രസിഡന്റ് ഒരു ജോയിന്റ് സിറ്റിംഗ് വിളിച്ചു ആവശ്യമാണെന്ന് തോന്നിയാൽ ഒരു ജോയിന്റ് സിറ്റിംഗ് സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുകയും ചെയ്തു. അപ്പൊ ആ സംയുക്ത സമ്മേളനത്തിന്റെ പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് പറയുന്ന സ്പീക്കർ ആയിരിക്കും. എന്നിട്ട് അവരോട് എന്താ ചെയ്യുന്നത്? ഈ ഒരു തർക്കത്തിലുള്ള ബില്ലിനെ കുറിച്ച് ചർച്ചകൾ നടത്തുന്നു അല്ലെ. ചർച്ചകൾ നടത്തിയിട്ട് ആ ബില്ല് സിമ്പിൾ മെജോറിറ്റി, ജോയിന്റ് സിറ്റിംഗിൽ നമുക്ക് ഒരു ബില്ല് പാസ്സാക്കണമെങ്കിൽ അത് സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സാക്കിയാൽ മതി കേട്ടോ. അപ്പൊ ആ സിമ്പിൾ മെജോറിറ്റിയിൽ ആ ബില്ല് പാസ്സാക്കി എടുക്കുകയും ആ തർക്കം അവിടെ പരിഹരിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഒരു തർക്കം ഉണ്ടാകുമ്പോൾ ഒരു പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ജോയിന്റ് സിറ്റിംഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമുക്ക് ഉള്ളത്. ഓക്കെ, എനിവേ നമുക്ക് ഈ ജോയിന്റ് സിറ്റിംഗ് എന്ന് പറയുന്ന ആശയം എവിടുന്നാണ് കിട്ടിയിട്ടുള്ളത്? അത് ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. എവിടെ നിന്നാണ്? ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ആണ്. അപ്പൊ കൺകറന്റ് ലിസ്റ്റ്, ഫ്രീഡം ഓഫ് ട്രേഡ്, കൊമേഴ്സ് ആൻഡ് ഇന്റർകോഴ്സ്, ജോയിന്റ് സിറ്റിംഗ് ഓഫ് ടു ഹൗസ് ഓഫ് പാർലമെന്റ്, ഇതെല്ലാം നമുക്ക് എവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്? ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ലഭിച്ചിട്ടുള്ളത്. അടുത്ത വെമാർ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ജർമ്മനിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, വെമാർ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ജർമ്മനിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ജർമ്മനിയിലെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ എടുത്തിട്ടുള്ള എന്തൊക്കെയാണ്? അത് സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂറിങ് എമർജൻസി. അത് നമ്മുടെ ഇന്ത്യയില് നമുക്ക് അറിയാവുന്നതാണ്. നമ്മൾ ഒരു വട്ടം ഫേസ് ചെയ്തിട്ടുള്ള സംഭവമാണ്. എന്താണ്? ഒരു നാഷണൽ എമർജൻസി നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് നമ്മുടെ പല ഫണ്ടമെന്റൽ റൈറ്റ്സും സസ്പെൻഡ് ചെയ്യപ്പെടുന്നു. ജീവിക്കാനുള്ള അവകാശം ഒഴിച്ചുമാക്കി ഒട്ടുമിക്ക എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സും നമ്മുടെ എമർജൻസി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് സസ്പെൻഡ് ചെയ്യപ്പെടുന്നു. ഇപ്പൊ നമുക്ക് കൂട്ടം കൂടാനുള്ള, സംഘടിക്കാനുള്ള, യാത്ര ചെയ്യാനുള്ള അവകാശം, കൂട്ടം കൂടാനുള്ള അവകാശം. ഇപ്പൊ നമ്മൾ ആർട്ടിക്കിൾ 19 നോക്കുകയാണെങ്കിൽ നമുക്ക്
ഒരുപാട് സ്വാതന്ത്ര്യത്തിനുള്ള റൈറ്റ്സ് കിട്ടുന്നുണ്ട് അല്ലെ. നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാൻ, കൂട്ടം കൂടാന്, അതേപോലെ അസോസിയേഷൻസ് ഒക്കെ രൂപീകരിക്കാൻ, ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങൾ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് തരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു റൈറ്റ്സ് എല്ലാം തന്നെ നമുക്ക് എമർജൻസി പീരീഡിൽ എന്താണ് കട്ട് ചെയ്യപ്പെടും. അങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എമർജൻസിയുടെ ഒരു എമർജൻസി എന്ന് പറയുമ്പോൾ തന്നെ അത് അങ്ങനെയാണ്. രാജ്യത്ത് എന്തെങ്കിലും ഒരു വലിയൊരു പ്രശ്നം ഗവൺമെന്റിനെതിരെയോ അല്ലെങ്കിൽ ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്താണല്ലോ എമർജൻസി നമ്മൾ കൊണ്ടുവരുന്നതിന്. അപ്പൊ അതിന് രാജ്യത്തിന്റെ ഒരു പ്രൊട്ടക്ഷൻ മൊത്തമായി സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ജനങ്ങളുടെ സ്വാതന്ത്ര്യം കട്ട് ചെയ്യുന്നത്. അപ്പൊ എനിവേ ഫണ്ടമെന്റൽ റൈറ്റ്സ് കട്ട് ചെയ്യാൻ ഡ്യൂറിങ് എമർജൻസി, അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ മൗലികാവകാശം കട്ട് ചെയ്യാം എന്നൊരു ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ജർമ്മനിയിലെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഓക്കെ, ജർമ്മനിയിലെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഇനി അടുത്തെന്ന് വെച്ചാൽ സോവിയറ്റ് യൂണിയനിൽ നിന്ന്, അതായത് USSR, ഇവിടുത്തെ നമ്മുടെ റഷ്യ. ഓക്കെ, ഇപ്പൊ സോവിയറ്റ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ എന്തൊക്കെ ആശയങ്ങളാണ് എടുത്തിട്ടുള്ളത്? ഒന്ന് ഫണ്ടമെന്റൽ ഡ്യൂട്ടി. ഓക്കെ, അപ്പം നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ കാതലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ USA നിന്നാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്ന ഐറിഷിൽ നിന്നായിരുന്നു. ഇപ്പൊ നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി വന്നു. ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ USSR നിന്നാണ്, റഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഓക്കെ, സോവിയറ്റ് യൂണിയന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടി എടുത്തിട്ടുള്ളത്. ഓക്കെ, സോവിയറ്റ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആൻഡ് ഐഡിയൽ ഓഫ് ജസ്റ്റിസ്. അപ്പം റഷ്യൻ ഒരു റെവല്യൂഷനിൽ നിന്നൊക്കെയാണ് നമ്മൾ എന്താണ് ജസ്റ്റിസ്, ന്യായം എന്ന് പറയുന്ന ആശയം. ജസ്റ്റിസ് എന്ന് പറയുന്ന വേർഡ് എവിടെയാണ് എഴുതിയിരിക്കുന്നത്? അത് നമ്മുടെ പ്രിയാമ്പിളിലുള്ള ഒരു കീവേഡ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ജസ്റ്റിസ് പ്രിയാമ്പിളിലുള്ള കീവേഡ് ആണ് ജസ്റ്റിസ്. അപ്പൊ 3 ടൈപ്പിലുള്ള ജസ്റ്റിസ് അവിടെ പറയുന്നുണ്ട്. എന്താണ്? സോഷ്യൽ ജസ്റ്റിസ്, എക്കണോമിക് ജസ്റ്റിസ് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് ഇൻ പ്രിയാമ്പിൾ. അപ്പൊ നമ്മൾ പ്രിയാമ്പിളിൽ കൊടുത്തിട്ടുള്ള ജസ്റ്റിസ്, ന്യായം, അതായത് ഇന്ത്യയുടെ ഒരു ഒബ്ജക്റ്റീവ് തന്നെയാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് സാഹോദര്യവും ഐക്യവും അഖണ്ഡതയൊക്കെ നിലനിർത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ എന്ത് വേണം? ജസ്റ്റിസ് ഉണ്ടാവണമെന്ന് നമ്മൾ പ്രിയാമ്പിളിൽ തന്നെ പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ ജസ്റ്റിസ് എന്ന ആശയം നമ്മൾ എടുത്തിട്ടുള്ള എവിടെ നിന്നാണ്? അത് USSRന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഓക്കെ, അല്ലെങ്കിൽ റഷ്യൻ റെവല്യൂഷനിൽ നിന്നാണ് നമുക്ക് ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു വേർഡ് കിട്ടിയിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്, ഐഡിയൽ ഓഫ് ജസ്റ്റിസ്. ഓക്കെ, ഇത് രണ്ടും നമുക്ക് USSR നിന്നാണ് ലഭിച്ചിട്ടുള്ളത്. അതല്ല ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എന്തൊക്കെയാണ് ലഭിച്ചിട്ടുള്ളത്? ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് റിപ്പബ്ലിക് ആൻഡ് ഐഡിയ ഓഫ് ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി. നമുക്ക് ഇതെല്ലാം എവിടെ നിന്നാണ് കിട്ടിയത്? ഫ്രഞ്ച് റെവല്യൂഷനിൽ നിന്നാണ്, അല്ലെങ്കിൽ ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ പ്രിയാമ്പിളിൽ പറഞ്ഞിട്ടുള്ള റിപ്പബ്ലിക് എന്നുള്ള ഐഡിയ. റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? റിപ്പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണ്. അർത്ഥം എന്താണ്? ഇന്ത്യക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു തലവനുണ്ട്, ഒരു രാജ്യത്തിന് ഇലക്ട് ചെയ്ത ഒരു ഹെഡ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ റിപ്പബ്ലിക് എന്ന് പറയും. ഇലക്ട് ചെയ്തൊരു ഹെഡ് ഉണ്ടെങ്കിൽ നമുക്ക് റിപ്പബ്ലിക് എന്ന് പറയാൻ പറ്റും. ദെൻ ഐഡിയൽസ് ഓഫ് ലിബർട്ടി, പേഴ്സണൽ ഒരു വ്യക്തി സ്വാതന്ത്ര്യമാണ് അല്ലെ ലിബർട്ടി എന്ന് പറയുന്ന ഐഡിയ. ഇക്വാലിറ്റി, തുല്യത. ഫ്രട്ടേണിറ്റി എന്താണ്? സാഹോദര്യം. ഈ ഐഡിയ ഒക്കെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത്? ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഫ്രഞ്ച് റെവല്യൂഷന്റെ ഇൻഫ്ലുവൻസ് ആണ് ഇതെല്ലാം നമുക്ക് എവിടെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിലെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്, ഇന്ത്യൻ സൊസൈറ്റി നേടിയെടുക്കേണ്ട, അച്ചീവ് ചെയ്യേണ്ട ഗോൾസ് ആണ് ഇവയെല്ലാം. ഇത് നമുക്ക് പ്രിയാമ്പിളിന്റെ ഓരോ കൊണ്ടന്റും പഠിക്കുമ്പോൾ, പ്രിയാമ്പിളിലെ കമ്പോണൻസ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. ക്ലിയർ? ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഇന്ത്യ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പ്രൊസീജിയർ ഓഫ് അമെൻഡ്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ നമുക്കറിയാം ആർട്ടിക്കിൾ 368 പ്രകാരം നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷന്റെ പല ഭാഗങ്ങളും അമെൻഡ് ചെയ്യാം. അത് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യണമെന്ന് ആർട്ടിക്കിൾ 368 പറയുന്നുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്യാൻ, അതിന്റെ പ്രൊസീജിയർ ഓഫ് അമെൻഡ്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ആ ഒരു അമെൻഡ് ചെയ്യാനുള്ള ഒരു പ്രൊസീജിയർ അത് നമ്മൾ എടുത്തിട്ടുള്ളത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. ദെൻ ഇലക്ഷൻ ഓഫ് മെമ്പർ ഓഫ് രാജ്യസഭ. രാജ്യസഭയിലെ മെമ്പേഴ്സിനെ എങ്ങനെയാണ് ഇലക്ട് ചെയ്യേണ്ടത്, രാജ്യസഭയിലെ മെമ്പേഴ്സിനെ എങ്ങനെയാണ് ഇലക്ട് ചെയ്യേണ്ടത് എന്നുള്ള മെത്തേഡ് എന്താണ്? കാര്യം രാജ്യസഭയിലെ മെമ്പേഴ്സിന് നമ്മൾ പോയി നേരിട്ട്, പാർലമെന്റ് മെമ്പേഴ്സിന്റെ ഇലക്ഷൻ നമ്മൾ പങ്കെടുക്കാറുണ്ട് അല്ലെ? രാജ്യസഭയിലെ ഇലക്ഷൻ നമ്മൾ പങ്കെടുക്കാറുണ്ടോ? ഇല്ല, അത് ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണ്. അപ്പൊ ആ മെത്തേഡ് എങ്ങനെയാണെന്നുള്ളതും എവിടെ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്? സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അടുത്തെന്ന് പറഞ്ഞാൽ എന്താണ്? സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് നമ്മൾ കടമെടുത്തിരിക്കുന്ന ആശയങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. ഓക്കെ, സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ പ്രൊസീജിയർ ഓഫ് അമെൻഡ്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ കടമെടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പല ഭാഗങ്ങളും അമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളുണ്ട്, ഈസി ആയിട്ട് അമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളുണ്ട്. അതേപോലെ കുറച്ചും കൂടി റിജിഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ, അത്ര ഈസി ആയിട്ട് അമെൻഡ് ചെയ്യാൻ പറ്റാത്ത ഭാഗങ്ങളുണ്ട്. അപ്പം ഇതിനെക്കുറിച്ചെല്ലാം പരാമർശിക്കുന്ന ആർട്ടിക്കിൾ 368
ഓക്കെ. അപ്പം ആർട്ടിക്കിൾ 368 പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹൗ ടു അമെൻഡ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ പ്രൊസീജിയർ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗം പ്രൊവിഷൻസ് എങ്ങനെയൊക്കെ അമെൻഡ് ചെയ്യണം എന്നുള്ള പ്രൊസീജിയേഴ്സ് നമ്മൾ കടമെടുത്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അതേപോലെ തന്നെ ഇലക്ഷൻ ഓഫ് മെമ്പർ ഓഫ് രാജ്യസഭയിലെ മെമ്പേഴ്സിന്റെ ഇലക്ഷൻ. അപ്പം രാജ്യസഭയിൽ നോമിനേറ്റഡ് മെമ്പേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ആരുണ്ട്, ഇലക്ടഡ് മെമ്പേഴ്സും ഉണ്ട്. അപ്പം നോമിനേറ്റ് ചെയ്യുന്ന ആരാണ്? രാഷ്ട്രപതിയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ഇലക്ട് ചെയ്യുന്ന മെമ്പേഴ്സിനെ ഇലക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ തെരഞ്ഞെടുക്കപ്പെട്ട് വരുന്ന മെമ്പേഴ്സിനെ തെരഞ്ഞെടുക്കുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജനപ്രതിനിധികളാണ് തെരഞ്ഞെടുക്കുന്നത്. ജനങ്ങൾ നേരിട്ട് പോയിട്ട് രാജ്യസഭയിലെ ഇലക്ഷന് വേണ്ടിയിട്ട് പങ്കെടുക്കാറില്ല. സോ ഇങ്ങനെ ഒരു പ്രൊസീജിയർ നമ്മൾ എടുത്തിട്ടുള്ളത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. ക്ലിയർ? ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ജാപ്പനീസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ എന്താ എടുത്തിട്ടുള്ളത്? ജാപ്പനീസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ എടുത്തിട്ടുള്ളത് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. അതായത് നമ്മുടെ ജീവനും സ്വത്തിനും ഒക്കെ സംരക്ഷണം നൽകേണ്ടത് ഇവിടുത്തെ നിയമങ്ങളാണ്. അപ്പൊ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്നൊരു ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ജാപ്പനീസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പം ഇത്രയും നമ്മളിപ്പോ നമ്മൾ കണ്ടു ഒരുപാട് എന്താണ് നമ്മൾ നോക്കുകയാണെങ്കിൽ വേരിയസ് ഡ്രോൺ ഫ്രം വേരിയസ് സോഴ്സ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ലെങ്തിയസ്റ്റ് ആവാനുള്ള കാരണങ്ങളിൽ ഒന്നാണ് എന്താണ്, പല കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും പല ആശയങ്ങൾ കടമെടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ കണ്ടു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935, ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ, US കോൺസ്റ്റിറ്റ്യൂഷൻ, ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ, ജാപ്പനീസ്, കനേഡിയൻ, അങ്ങനെ നമ്മൾ ഓസ്ട്രേലിയൻ, ഇതെല്ലാം നമ്മൾ കണ്ടു അല്ലെ. അപ്പൊ ഇവിടുന്നൊക്കെ പല ആശയങ്ങൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കടമെടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നീളം കൂടിയതാകാൻ ഇതും ഒരു കാരണമാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ ഒന്നാമത്തെ ഫീച്ചർ, സാലിയൻ ഫീച്ചർ ആണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഇനി നമുക്ക് രണ്ടാമത്തെ ഫീച്ചറിലേക്ക് നമുക്ക് പോകാം. എ ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. എന്താണ് എ ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി? നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എടുക്കുകയാണെങ്കിൽ നമുക്ക് റിജിഡ് ആയിട്ടുള്ള ഭാഗങ്ങളും കാണാൻ പറ്റും, വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഭാഗങ്ങളും കാണാൻ പറ്റും. എന്താ റിജിഡും ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു ഇതിന്റെ ഷേപ്പ്, നമ്മൾ ഏതെങ്കിലും സ്റ്റാച്ചു എടുക്കുകയാണെങ്കിൽ അതിന്റെ ഷേപ്പ് മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണെങ്കിൽ അത് റിജിഡ് ആണെന്ന് നമുക്ക് പറയാം. പക്ഷെ അങ്ങനല്ല, നമുക്ക് മറ്റേ കുട്ടികൾ കളിക്കുന്ന ക്ലേ ഒക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് എന്താണ് ഈസി ആയിട്ട് ഇങ്ങനെ മാറ്റാം. അല്ലെങ്കിൽ റബ്ബർ ബാൻഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് അതിന്റെ രൂപം ചേഞ്ച് ചെയ്യാൻ പറ്റും, ഷേപ്പുകളൊക്കെ മാറ്റാൻ പറ്റും. അത് നമ്മൾ ഫ്ലെക്സിബിൾ എന്ന് പറയും. അപ്പൊ മാറ്റത്തിന് ഈസി ആയിട്ട് വിധേയമാവുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഫ്ലെക്സിബിൾ ആണെന്നും. കുറച്ച് മാറ്റത്തിന് അധികം പെട്ടെന്ന് വിധേയമാകാത്ത നമ്മൾ ഫ്ലെക്സിബിൾ എന്നും പറയും. അപ്പൊ നമ്മുടെ ഇന്ത്യൻ ഒരു ഭരണഘടനയാകുമ്പോൾ അവിടെ എന്താണ്, അതിൽ എഴുതി വെച്ചിരിക്കുന്ന നിയമങ്ങൾ ഈസി ആയിട്ട് മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് ഫ്ലെക്സിബിൾ എന്നും, അങ്ങനെ പെട്ടെന്ന് മാറ്റത്തിന് വിധേയമാകാത്ത നിയമങ്ങളാണെങ്കിൽ നമുക്ക് അതിനെ റിജിഡ് എന്നും പറയാം. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഇത് രണ്ടുമുണ്ട്. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും, അതേപോലെ റിജിഡ് ആയിട്ടുള്ള, മാറ്റാൻ കുറച്ച് പാടുള്ള, കുറച്ച് പ്രയാസപ്പെട്ട് മാത്രം മാറ്റാൻ പറ്റുന്ന ഭാഗങ്ങൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കാണാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ബ്ലെൻഡ് ആണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പറയാൻ സാധിക്കും. The Constitution of India is neither rigid nor flexible but synthesis of both. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റിജിഡ് ആണെന്ന് നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല, അതേപോലെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്ലെക്സിബിൾ ആണെന്ന് നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല. ഇതിന്റെ രണ്ടിന്റെയും എന്താണ് എസെൻസ് നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ രണ്ടിന്റെയും സിന്തസിസ് ആണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. ഇത് രണ്ടാമത്തെ ഫീച്ചർ ആണ്. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞല്ലേ, ആർട്ടിക്കിൾ 368 പ്രൊവൈഡഡ് ഫോർ ദ ടു ടൈപ്പ് ഓഫ് അമെന്റ്മെന്റ്സ്. നമ്മൾ ആർട്ടിക്കിൾ 368 എടുക്കുകയാണെങ്കിൽ എങ്ങനെ അമെന്റ് ചെയ്യാവുന്നുള്ള, എങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷനെ മാറ്റാവുന്നുള്ള രണ്ട് ടൈപ്പ് ഓഫ് അമെന്റ്മെന്റ് നമുക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. ഒന്നാമത്തേത് പറയുകയാണെങ്കിൽ some provisions can be amended by a special majority of parliament. That means third majority of the members of each house of present and voting, and a majority of the total membership of each house. Okay. അപ്പൊ ഒന്നാമത്തെ രീതി അനുസരിച്ച് നമുക്ക് എങ്ങനെ ഒരു ഭാഗം അമെന്റ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താണ്, സ്പെഷ്യൽ മെജോറിറ്റി വേണം. 2/3 സ്പെഷ്യൽ മെജോറിറ്റി ആണ് വേണ്ടത്. അപ്പം പാർലമെന്റിലെ രണ്ട് സഭകളാണ്, ലോകസഭ, രാജ്യസഭ. ഈ രണ്ട് സഭകളിലെ ബില്ലുകൾ പാസ്സാക്കിക്കൊണ്ട്, അമെന്റ്മെന്റ് ബില്ലുകൾ പാസ്സാക്കിക്കൊണ്ടാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷനകത്തെ ഒരു പ്രൊവിഷൻ അമെന്റ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു ബില്ല് പാസ്സാവണമെങ്കിൽ, പാർലമെന്റിലെ സഭയിൽ ഒരു ബില്ല് പാസ്സാകണമെങ്കിൽ ഒന്നാമത്തെ പ്രൊവിഷൻസ്, ചില പ്രൊവിഷൻസിന് അമെന്റ് ചെയ്യണമെങ്കിൽ എന്താണ്, ആ ബില്ല്, അമെന്റ്മെന്റ് ബില്ല് സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സാവണം. ആ സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്നത് ആ സഭയിൽ, ഇപ്പൊ ലോകസഭയെങ്കിൽ ലോകസഭയില് പ്രസന്റ് ആൻഡ് വോട്ടിംഗ്, അതായത് വന്നിരുന്ന് വോട്ട് ചെയ്യുന്ന മെമ്പേഴ്സിന്റെ 2/3 ആൾക്കാരും വോട്ട് ചെയ്ത് വിജയിപ്പിച്ചെങ്കിൽ മാത്രമേ ചില പ്രൊവിഷൻസ്
നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ചില പ്രൊവിഷൻസ് അമെൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ. അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ പറയുന്നുണ്ട് മെജോറിറ്റി ഓഫ് ദി ടോട്ടൽ മെമ്പർഷിപ്പ് ഓഫ് ഈച്ച് ഹൗസ്. അല്ലെങ്കിൽ മറ്റൊരു സ്പെഷ്യൽ മെജോറിറ്റിയുടെ കാര്യം പറയുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെജോറിറ്റി ആകെയുള്ള അംഗങ്ങളുടെ, ഒരു ലോകസഭ എടുക്കാമെങ്കിൽ ലോകസഭയിലെ ആകെ അംഗങ്ങളുടെ പ്രസന്റ് ആൻഡ് വോട്ടിംഗ് അല്ല, വന്നിരുന്ന് വോട്ട് ചെയ്യുന്നവരല്ല, ആകെ എത്ര പേരുണ്ടോ ആകെ അംഗങ്ങളുടെ മെജോറിറ്റി, അതൊരു സ്പെഷ്യൽ മെജോറിറ്റിയാണ്. അങ്ങനെ അമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്തുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത്തെ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ സം അതർ പ്രൊവിഷൻസ് ക്യാൻ ബി അമെൻഡഡ് ബൈ ദ സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ദ പാർലമെന്റ് ആൻഡ് വിത്ത് ദ റാറ്റിഫിക്കേഷൻ ബൈ ഹാഫ് ഓഫ് ദ ടോട്ടൽ സ്റ്റേറ്റ്. അതായത് ചില പ്രൊവിഷൻസ് എന്ന് പറയുന്നത്, ചില പ്രൊവിഷൻസ് അമെൻഡ് ചെയ്യണമെങ്കിൽ എന്താണ്, സ്പെഷ്യൽ മെജോറിറ്റി വേണം. ഈ പാർലമെന്റിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ടു തേർഡ് മെജോറിറ്റി വേണം, പ്രസന്റ് ആൻഡ് വോട്ടിംഗ് അല്ലെങ്കിൽ ആകെയുള്ള അംഗങ്ങളുടെ 2/3 മെജോറിറ്റി ഒക്കെ വേണം, സ്പെഷ്യൽ മെജോറിറ്റി വേണം. അപ്പം അത് മാത്രം പോരാ, ചില പ്രൊവിഷൻസ് അമെൻഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ എത്ര സ്റ്റേറ്റുകളുണ്ട്, ഇന്ത്യക്ക് എത്ര സ്റ്റേറ്റ് ഉണ്ട്, ആ സ്റ്റേറ്റിന്റെ പകുതി സ്റ്റേറ്റ് എങ്കിലും ഈ ഒരു അമെൻമെന്റിനെ അംഗീകരിച്ചിരിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള പ്രൊവിഷൻസ് ഒക്കെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് ഫെഡറൽ സിസ്റ്റത്തിനെ, ഫെഡറൽ നേച്ചറിനെയൊക്കെ അമെൻഡ് ചെയ്യാൻ പോകുമ്പോഴാണ്. അതായത് സ്റ്റേറ്റുകളുടെ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും അമെൻമെന്റ് വരുന്ന സമയത്താണ് നമ്മൾക്ക് ഇങ്ങനെ രണ്ടാമത്തെ ഒരു പ്രൊവിഷൻ ആ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ്. അപ്പൊ എന്തായാലും ഈ അമെൻഡ് ചെയ്യാൻ കുറച്ച് പ്രയാസമുള്ള ഏരിയകളാണ്, സ്പെഷ്യൽ മെജോറിറ്റി ആവശ്യമായിട്ടുള്ള റിജിഡ് ആയിട്ടുള്ള കുറച്ച് ഏരിയകളാണ് ഈ ഒരു സ്പെഷ്യൽ മെജോറിറ്റി കാറ്റഗറിയിൽ വരുന്നത്. ക്ലിയർ. ഇനി അടുത്ത നോക്കുകയാണെങ്കിൽ അടുത്ത പ്രൊവിഷൻ പറയുന്നത് നോക്കൂ. അടുത്ത പ്രൊവിഷൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ some provisions of the constitution can be amended by the simple majority of the parliament in the manner of ordinary legislative process. In the manner of ordinary legislative process, these amendments do not come under Article 368. ആർട്ടിക്കിൾ 368ന്റെ അണ്ടറിൽ വരാതെ തന്നെ ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് ഒരു സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുമ്പോൾ എന്താ, 50 പേര് വോട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് 26 പേരും ഒരു ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യുകയെങ്കിൽ സിമ്പിൾ മെജോറിറ്റിയിൽ അത് പാസ്സായെന്ന് പറയാം അല്ലെ. അപ്പൊ അങ്ങനെ സിമ്പിൾ മെജോറിറ്റി ആയിട്ട് പാസ്സാക്കാവുന്ന ഏരിയയും എവിടെയുണ്ട്, പ്രൊവിഷൻസ് എവിടെയുണ്ട്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്തുണ്ട്. അപ്പൊ ഈ സിമ്പിൾ മെജോറിറ്റി നമ്മുടെ ഈ ഒരു ആർട്ടിക്കിൾ 368ന്റെ അണ്ടറിൽ വരുന്നില്ല, സിമ്പിൾ മെജോറിറ്റി ആയിട്ട് അങ്ങ് പാസ്സാക്കി എടുക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ ഇതിൽ കൂടെ എന്താ മനസ്സിലാക്കണ്ടേ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുകയാണെങ്കിൽ, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ഈസി ആയിട്ട് അമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങൾ കാണാൻ പറ്റും. അതേപോലെ തന്നെ കുറച്ച് പാടാണ്, സ്പെഷ്യൽ മെജോറിറ്റി വേണം, ടു തേർഡ് മെമ്പേഴ്സിന്റെ സ്പെഷ്യൽ മെജോറിറ്റി വേണം, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റുകളുടെ റാറ്റിഫിക്കേഷൻ വേണം. ഇങ്ങനെ കുറച്ച് അമെൻഡ് ചെയ്ത് പോകാൻ പാടുള്ള പ്രയാസമുള്ള ഭാഗങ്ങളും റിജിഡ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കാണാൻ പറ്റും. റിജിഡുമാണ്, അത് ഒരേ സമയം റിജിഡുമാണ്, അതേസമയം ഫ്ലെക്സിബിളും ആണ് എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഒരേ സമയം റിജിഡും അല്ല ഫ്ലെക്സിബിളും അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. രണ്ടിന്റെയും കൂടി ബ്ലെൻഡ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമ്മുടെ അമെൻമെന്റിന്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം പറയാതെ പോകാൻ വയ്യ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സിമ്പിൾ മെജോറിറ്റിയിൽ പാസ് ആയിക്കോട്ടെ, സിമ്പിൾ മെജോറിറ്റിയിൽ അമെൻഡ് ചെയ്യുന്ന പ്രൊവിഷൻ ആയിക്കോട്ടെ, സ്പെഷ്യൽ മെജോറിറ്റിയിൽ അമെൻഡ് ചെയ്യുന്ന പ്രൊവിഷൻ ആയിക്കോട്ടെ, എന്ത് തന്നെ ആണെങ്കിലും നമ്മുടെ ബേസിക് സ്ട്രക്ചറിനെ, കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചറിനെ തൊടാൻ പറ്റില്ല. കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചറിനെ മാറ്റം വരുത്തുന്ന രീതിയിൽ അമെൻമെന്റ് ചെയ്യാൻ പാടില്ല. ഇത് നമ്മൾ കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോർട്ട് കൊണ്ടുവന്നൊരു വെർഡിക്റ്റ് ആണ്. അതിനെ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ എന്നൊക്കെ പറയും. അതായത് ബേസിക് ആയിട്ടുള്ള വാല്യൂസ് ഉണ്ട് ഇന്ത്യയുടെ. ഇപ്പം ബേസിക് ആയിട്ടുള്ള വാല്യൂസ് എന്നൊക്കെ നമ്മളിപ്പോൾ പറയുമ്പോൾ നമുക്ക് പ്രിയാമ്പിളിൽ കാണപ്പെടുന്ന സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള വാല്യൂസ് ആണ്. അതിൽ ജസ്റ്റിസ്, ലിബർട്ടി, ഫ്രട്ടേണിറ്റി, ഇതൊക്കെ നമുക്ക് ബേസിക് വാല്യൂസ് എന്ന് പറയും. ഇതിനെ ഹനിക്കുന്ന രീതിയിൽ യാതൊരു അമെൻമെന്റും നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറ്റില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ പോലും നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതിനെ, അതായത് നമ്മുടെ ബേസിക് സ്ട്രക്ചറിനെ ബേസിക് സ്ട്രക്ചറിന് മാറ്റം വരാത്ത രീതിയിൽ സ്പെഷ്യൽ മെജോറിറ്റി ഉപയോഗിച്ചും അല്ലെങ്കിൽ സിമ്പിൾ മെജോറിറ്റി ഉപയോഗിച്ചിട്ടൊക്കെ അമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്തുണ്ട്. ഇതാണ് ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ.